പ്രതികൂലമായ ഒരു ലോകത്തിലാകുന്നുവല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യ ജീവിതങ്ങളെ എവിടെ നാം തിരിഞ്ഞു നോക്കിയാലും പ്രശ്നഭംഗിലമായ ഒരു അന്തരീക്ഷത്തിലാകുന്നു ഇന്ന് മനുഷ്യന്റെ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിവില്ലാതെ മനുഷ്യ ജീവിതം വളരെയധികം പുരോഗതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ കഴിയാതെ ജനഹൃദയങ്ങൾ വ്യാകുലത്തോടുകൂടെ നീറുന്ന അനേക മനസ്സുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതായ ഈ ലോകത്തിൽ അല്പമെങ്കിലും സമാധാനം അനുഭവിക്കുന്നവർ ആര് എന്ന് ചോദിച്ചാൽ, അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ പരിശുദ്ധ നിണത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മുദ്രയിടപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് ഇന്ന് ഈ ലോകത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ ലോകത്തിലെ നേതാക്കന്മാരും ആധ്യാത്മിക മണ്ഡലത്തിൽ പോലുമുള്ള നേതാക്കന്മാർ, സഭാപിതാക്കന്മാരെന്നൊക്കെ പറയുന്നവരുടെ ജീവിതത്തിൽ സമാധാനങ്ങൾ നാൾക്കുനാൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുന്നു. എന്തൊക്കെയോ പ്രതിസന്ധികൾ മുൻപിൽ വരുവാൻ പോകുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വ്യാകുലപ്പെട്ട് മനുഷ്യർ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. രാജ്യങ്ങളും ദേശങ്ങളും ഒക്കെ വിവിധ തരത്തിലുള്ള തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാകുന്നു നാം ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ലോകത്തിലാകമാനം ഇന്ന് സമാധാനം പാടെ എടുത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാകുന്നു, സമയത്താകുന്നു നാം ഓരോരുത്തരും വന്ന് എത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകരാജ്യങ്ങൾ അവരെ ഭരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് അവരെ ഭരിപ്പാൻ കഴിയില്ല എന്ന് അവർ ഗ്രഹിച്ചറിഞ്ഞ് നൂതനമായ പുതിയ നേതാക്കന്മാരെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആഗോളപരമായി നോക്കിയാൽ മുഴു ലോകവും ഇന്ന് ഒരു ഏകലോക അധിപതിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ഭരിക്കുന്ന ഒരു നേതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഒരു ഏകലോക ഗവൺമെന്റിന്റെയും ഒരു ഏകലോക ഭരണാധികാരിയുടെയും ആവശ്യകത അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ മനുഷ്യന്റെ മുൻപാകെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാകുന്നു. ലോകമെന്ന് ഇരുകയും നീട്ടി അങ്ങനെ ഒരു വ്യക്തിയെ സ്വീകരിപ്പാനുമുള്ള ഒരുക്കത്തിലാണ് ലോകത്തിന്റെ മുൻപോട്ടുള്ള പോക്ക്. എന്നാൽ അനന്തരമായിട്ടുണ്ടാകുവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് ഗ്രഹിപ്പാൻ കഴിയാതെ ലോകമെന്ന് ഒരു ഏകലോക നേതാവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെയൊക്കെയുള്ളതായ പ്രത്യേക സാഹചര്യങ്ങളിൽ ആത്മീക ഗോളത്തിൽ പോലും അനേക ചോദ്യങ്ങൾ എഴുന്നേറ്റ് വരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ ഒക്കെ മുൻപിൽ അനേക ചോദ്യങ്ങൾ എഴുന്നേറ്റ് വരാറുണ്ട്. നാളത്തെ ഭാവി എന്താകും? അടുത്ത ദിവസം ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെയുള്ളതായ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനങ്ങളെ ധ്യാനിക്കുകയും ദൈവവചനങ്ങളെ ചിന്തിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു അനുഭവം കൂടെയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് രാത്രിയിലെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 10-11 വാക്യം. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വേദഭാഗമാകുന്നു ഇന്ന് രാത്രിയിൽ നാം വായിച്ചു കേട്ടത്. ഒട്ടനവധിയായ സന്ദർഭങ്ങളിൽ അനേക വിശുദ്ധന്മാരിലൂടെ ദൈവ ആലോചനകളെ നാം ശ്രവിച്ചിട്ടുള്ളതും നിങ്ങൾ തന്നെ പലപ്പോഴും വായിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാകുന്നു നാം വായിച്ചു കേട്ടത്.
അതിൽ നൂതനമായ എന്തെങ്കിലും നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാനുള്ള പ്രാപ്തി കഴിവ് എന്നിൽ ഒട്ടുമില്ല എന്ന് നല്ല അറിവോടുകൂടെ ഈ രാത്രിയിൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നു. എങ്കിലും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാകുന്നു ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ പ്രാരംഭ ആ ഭാഗത്തേക്ക് നാം വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ചുള്ള ഒരു ദൈവവചന പ്രവചനമാകുന്നു നാം വായിച്ചു കേട്ടത്. യഹോവയായ കർത്താവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലരിലെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ചാണ് ഈ വചനത്തിൽ നാം വായിച്ച് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ള വിഷയം ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഒട്ടും പുതുമയുള്ള ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി ധാരാളം കേട്ടിട്ടുള്ളതും പ്രത്യേകിച്ച് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വചനം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമാണെന്ന് ഉള്ളതിൽ അത് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. യേശുക്രിസ്തു മടങ്ങി വരുമെന്നുള്ളത് ഒരുപക്ഷെ ലോകത്തിൽ എല്ലാവർക്കും തന്നെ ചിന്തിച്ച് ഗ്രഹിപ്പാൻ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമാകുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്നുള്ള വിഷയത്തെ നാം പഠിക്കുമ്പോൾ ഇതാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും പുനരാഗമനത്തിന്റെ ഉദ്ദേശവും ആ പുനരാഗമനത്താലുള്ള അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നാം ചിന്തിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുന്നോടിയായി ഇതിനു മുന്നമേ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന അനുഭവത്തെ നാം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ നന്മകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ പ്രവാചകനായ യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് ഏറെക്കുറെ 700ഓളം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പ്രാരംഭത്തിൽ ഇതാ അല്ലെങ്കിൽ ഒരാളെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ വരുന്നുവെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നാം കേട്ടിട്ടുണ്ടായിരിക്കാം. ദേശത്തിലെ സമുന്നതരായ ആളുകൾ, മന്ത്രിമാർ, ദേശത്തെ ഭരണാധികാരികൾ ഇവരൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സമ്മേളനത്തിനോ ഒരു മീറ്റിങ്ങുകൾക്കോ വരുമ്പോൾ മുന്നമേ ഒരു അനൗൺസ്മെന്റ് വാഹനം കടന്നുപോയിട്ട് അവർ അനൗൺസ്മെന്റ് ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ടവനായ ആരാധ്യനായ നാം സ്നേഹിക്കുന്നവനായ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ നേതാവ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ദൈവത്തിന് സ്തോത്രം ഈ ഗ്രാമവീഥികളെ രാജവീഥികളാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് വാഹനം മുന്നമേ പോകുന്നത് കാണാം. ആരെ ഒരാളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാകുന്നു ഇതാ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും പ്രവാചകനായ യെശയ്യാവ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വാക്കാകുന്നു ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ നന്മയും അല്ലെങ്കിൽ ദൈവഭക്തന്മാർക്ക് അതിലൂടെയുള്ള നേട്ടത്തെയും ഗ്രഹിപ്പാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇതിന് മുന്നമേ കർത്താവായ യേശുക്രിസ്തു വന്നത് എന്തിനെന്നും അല്ലെങ്കിൽ വന്ന അനുഭവത്തെ പറ്റിയും നാം അല്പമായി ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ച് ചൂണ്ടിക്കാണിക്കുന്നതായ അനേക സന്ദർഭങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ മുൻപാകെ പരിചയപ്പെടുത്തിയതായ അല്ലെങ്കിൽ ഇതാ എന്നൊരു വാക്കോടുകൂടെ തന്നെ പരിചയപ്പെടുത്തി തന്നതായ ഒന്ന് രണ്ട് വിഷയങ്ങൾ അതിന് പ്രാരംഭമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത് വാക്യം. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ മുന്നമേ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി പ്രവാചകനായ മലാഖിയുടെ പ്രവചനകാലത്ത്
യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് മുന്നമേ അവന് വഴിയൊരുക്കുവാൻ ഒരുവൻ വരും എന്ന് മലാഖി പ്രവചിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകനായ മലാഖിയുടെ പ്രവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് മുന്നമേ വഴിയൊരുക്കുവാനായിട്ട് വന്നതായി ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ട ദൈവത്തിന് സ്തോത്രം, അഹരോന്റെ ക്രമപ്രകാരമുള്ള ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ട, അല്ലെങ്കിൽ പൗരോഹിത്യ കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി പൗരോഹിത്യത്തെയും പൗരോഹിത്യ വേഷവിധാനങ്ങളെയും ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളെയും ഒക്കെ വിട്ട് എറിഞ്ഞിട്ട് മരുഭൂമിയിലേക്ക് പോയി വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഒരു സത്യമാകുന്നു നാം ഇപ്പോൾ വായിച്ചത്. യേശുക്രിസ്തു യെരൂശലേമിൽ നിന്ന് യോർദാൻ നദിയിലേക്ക് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ കടന്നു വരുന്നതായ പ്രത്യേകമായ സന്ദർഭത്തിൽ യോർദാൻ നദിയിൽ നിൽക്കുന്ന യോഹന്നാൻ സ്നാപകൻ ക്രിസ്തു തന്റെ അടുക്കിലേക്ക് വരുന്നത് ദൂരവേ നിന്ന് കണ്ടിട്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയതായ ലോകത്തിന്റെ മുൻപാകെ, ലോകമനുഷ്യന്റെ മുൻപാകെ, ലോകത്തിൽ പാർക്കുന്ന മനുഷ്യരുടെ മുൻപാകെ സ്നാപക യോഹന്നാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന് മുന്നമേ അവന് വഴിനിരത്തുവാൻ വേണ്ടി വന്ന ഒരു ദൂതനെ പോലെ തന്റെ മുൻപാകെ വന്ന സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞാടിനോട് സാമ്യപ്പെടുത്തി, സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. അതിന് ചില പ്രത്യേകതകൾ കൂടെ താൻ പറയുന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാകുന്നു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ മുൻപാകെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്നാമത് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുവാൻ വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുവാൻ ഒരു കുഞ്ഞാട് ലോകത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ലോകത്തിന്റെ പാപം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും പ്രത്യേകമായ അനുഭവങ്ങളെ ചുമക്കുവാൻ വേണ്ടിയല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ പഠിക്കുമ്പോൾ ബൈബിളിൽ തന്നെ നാം വായിക്കുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് പാർക്കുവാൻ കൊടുത്തിരിക്കുന്നു. മനുഷ്യന്റെ പാർപ്പിന്, അല്ലെങ്കിൽ മനുഷ്യന് വാസയോഗ്യമായ നിലയിൽ മനുഷ്യൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ അവന് പാർക്കുവാൻ വേണ്ടി ഒരു പ്രത്യേകമായ സ്ഥലം ഒരുക്കി കൊടുക്കുന്നത് പോലെയാകുന്നു ഈ ലോകത്തെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ ദൈവം ഒരുക്കി മനുഷ്യന് കൊടുത്തത് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ നോക്കിയാൽ യഹോവയായ ദൈവത്തിന്റെ തേജസ്സിനാൽ പുതിയപ്പെട്ട സൃഷ്ടി മകുടമായിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടമാക്കത്തക്ക നിലയിൽ അവൻ പാപത്തിന് ദാസനായി തീർന്നപ്പോൾ, പാപത്തിന്റെ ദാസനായി അല്ലെങ്കിൽ പാപത്തിന് അവൻ അടിമയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് അവനെ വിട്ട് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, ഒന്നിൽ നിന്ന് അവന്റെ കാലടികൾ തെറ്റി മറ്റൊരു പാപത്തിലേക്ക് പോയി പാപത്തിന്റെ നിത്യദാസന്മാരായി തീർന്നിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം അവനെ ഉദ്ധരിപ്പാൻ വേണ്ടി, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഉദ്ധാരണത്തിന്, അവന്റെ വിടുതലിന് വേണ്ടി യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ഈ മീറ്റിംഗിന്റെ ആരംഭത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ പച്ചൻ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കി ആശ്ചര്യപ്പെടുന്നതായ ഒരനുഭവമാകുന്നു ദൈവമക്കളുടെ ആരാധന എന്നുള്ളത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൂതന്മാർ ആശ്ചര്യപ്പെടുവാനുള്ള കാരണം ദൂതന്മാരിലും ഒരു ഭാഗം വീണുപോകുവാനിടയായി തീർന്നു. അങ്ങനെ വീണുപോയ ദൂതന്മാരുടെ ഉദ്ധാരണത്തിനോ അവരുടെ ഏകീകരണത്തിനോ പുനഃസ്ഥാപനത്തിനോ അവരുടെ മടങ്ങിവരവിനോ വേണ്ടി സ്വർഗത്തിൽ വസിച്ച ദൈവം ഒന്നും ചെയ്യാതെ തന്റെ സൃഷ്ടിയായിരുന്ന മനുഷ്യന്റെ വീഴ്ച കണ്ടിട്ട് അവനെ ആ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ക്രിസ്തുവിനാൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നത്, അവർ ജീവനുള്ള ദൈവത്തെ വീണ്ടും ആരാധിക്കുന്നത് കാണുമ്പോഴാകുന്നു ദൂതന്മാർ പോലും അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെടുന്നതെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്ന, ഇതാ
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട് എന്നാകുന്നു. അപ്പോൾ ഈ ലോകത്തിൽ പാപത്താൽ വീണുപോയ മനുഷ്യന്റെ പാപത്തെ ചുമക്കുവാൻ ഒരുവൻ ആവശ്യമായിരിക്കുന്നു. യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്തിൽ മനുഷ്യൻ ഇന്ന് ചുമക്കുന്ന ഭാരങ്ങളെ എടുത്തു നോക്കിയാൽ കടഭാരം, കുടുംബഭാരം, സാമൂഹികമായ സാമ്പത്തികമായ മറ്റ് പലതരത്തിലുള്ള ഭാരങ്ങളെ മനുഷ്യന്റെ മുൻപാകെ കണ്ടെത്തുവാൻ കഴിയും. എന്നാൽ ഇന്നത്തെ മനുഷ്യരാശിയെ നാം എടുത്തു പഠിച്ചാൽ മനുഷ്യൻ ഇന്ന് ചുമക്കുന്ന ഭാരങ്ങളിൽ ഏറ്റവും വലുത് പാപഭാരം എന്നുള്ളതാകുന്നു. ഈ ഭാരത്തെ ചുമക്കുവാൻ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. മനുഷ്യന് താൻ ചുമക്കുന്ന ഭാരങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് സ്വർഗത്തിൽ വസിച്ച ദൈവം കണ്ടപ്പോൾ തന്റെ ഓമനകുമാരനായ, അല്ലെങ്കിൽ തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തെ ദൂരവേ നിന്ന് കണ്ട സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ മനുഷ്യന്റെ പാപത്തെ ചുമക്കുവാൻ ലോകത്തിലേക്ക് വന്നൊരു കുഞ്ഞാടായിട്ടാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ മുൻപാകെ പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ നോക്കിയാൽ, ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ മാനവരാശിയും പാപത്താൽ പിടിക്കപ്പെട്ട അവസ്ഥയിലാകുന്നു പോകുന്നത്. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിച്ചു നോക്കിയാൽ, 1-ന്റെ 4-ാം വാക്യം വായിച്ചാട്ടെ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച്. അയ്യോ പാപമുള്ള ജാതി. എന്നോട് വായിക്കണം: അയ്യോ പാപമുള്ള ജാതി. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നോക്കിയാലും ഇത് തന്നെയാകുന്നു കാണുവാൻ കഴിയുന്നത്. അയ്യോ പാപമുള്ള ജാതി, അകൃത്യത്തിന്റെ ഭാരത്തെ ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ നോക്കിയാൽ മുഴുവൻ മാനവരാശിയും ഇങ്ങനെ പാപത്തിന്റെ ഭാരവും പേറിക്കൊണ്ട്, പാപത്തെ ചുമക്കുവാൻ കഴിയാത്ത ഒരു വലിയ ഭാണ്ഡക്കെട്ട് വീന്തിക്കൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ പോലെ ഇന്നത്തെ ലോകത്തിൽ പാർക്കുന്ന മനുഷ്യൻ പാപത്തിന്റെ ഭാരവും പേറിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പാപത്തിന്റേതായ അനന്തര ഫലം എന്താണെന്ന് ഗ്രഹിപ്പാൻ കഴിയാത്ത മനുഷ്യൻ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. നിനവെ എന്ന പട്ടണത്തെ നാം പഠിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന യോനയെ ദൈവം നിനവയിലേക്ക് അയക്കുമ്പോൾ യോനയോട് പറയുന്ന ഒരു പ്രത്യേക സന്ദേശം ദൈവത്തിന്റേത് ഇങ്ങനെയുണ്ട്: ഇടങ്കയും വലങ്കയും തിരിച്ചറിയുവാൻ കഴിയാത്ത 1,20,000 ചില്ലുവാനും ജനങ്ങൾ എനിക്ക് നിനവയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയും അത് തന്നെയാണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഇടങ്കയ്യേത് വലങ്കയ്യേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഇന്ന് ലോകത്തിലെ മനുഷ്യർ പാപത്തിന്റേതായ ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാകുന്നു. പാപത്തിന് പുതിയതായ മേൽവിലാസങ്ങൾ കൊടുത്തുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, പലവിധമായ പേരുകൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ ലോകത്തിൽ പാപം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് മനുഷ്യരാശിയെ കണ്ടിട്ട് ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്: അയ്യോ പാപമുള്ള ജാതി, അകൃത്യത്തിന്റെ ഭാരത്തെ ചുമക്കുന്ന ജനം, വഷളായി നടക്കുന്ന മക്കൾ, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യൻ പാപത്താൽ പിടിക്കപ്പെട്ട് പാപത്തിന്റെ അന്ധകാരത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാകുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? വായിച്ചാട്ടെ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? ഒരു നീതിമാനെ പറ്റി ബൈബിൾ പറയുകയാണ്:
നീതിമാനായി ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ അവസ്ഥ പോലും ഇങ്ങനെയാണ്. വളരെ പ്രയാസത്തോടുകൂടെ, വളരെ ബുദ്ധിമുട്ടോടുകൂടെയാണ് അവൻ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ഒരു പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകുമെന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ അനന്തരമായി തന്റെ ജീവിതത്തിൽ വരുന്നതെന്ന് എന്ന് ചിന്തിപ്പാൻ കഴിയാതെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം, പാപത്തിന്റെ അനന്തരമായി ഒരു മരണമുണ്ടെന്നും അതിന് ഭയാനകമായ ഒരു ന്യായവിധി ഉണ്ട് എന്നും ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. പാപത്തിന് അനന്തരമായിട്ടൊരു മരണമുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ആകയാൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിത്യജീവനിൽ അകന്ന് അവൻ എന്നേക്കും നിത്യമായ ഒരു മരണത്തിലേക്ക് പോകുന്നതായി ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും അഭക്തന്റെയും ഗതി എന്താകും? ദൈവത്തിന് സ്തോത്രം. അഭക്തരായി പാപികളായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഗതിയെപ്പറ്റി അല്പം ആശങ്കാജനകമായ നിലയിലാകുന്നു ആ ചോദ്യം അവിടെ ഉയർന്നു കേൾക്കുന്നത്. നീതിമാനായി ജീവിക്കുന്ന ഒരുവൻ, ദൈവഭക്തനായി ജീവിക്കുന്ന ഒരുവൻ പോലും വളരെ ബുദ്ധിമുട്ടോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നെങ്കിൽ ഭക്തിയില്ലാതെ അഭക്തിയോടുകൂടെ പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അന്ത്യം അത് വളരെ പരിതാപകരമായിരിക്കും എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളതെങ്കിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തിയ ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം നാം വായിച്ചു നോക്കിയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്ക് അവിടെ കാണുവാൻ കഴിയും. ഞാൻ നീതിമാന്മാർക്ക് വേണ്ടിയല്ല പാപികളെ വിളിപ്പാനത്രേ വന്നത് എന്ന് യേശു പറയുന്നു. വായിച്ചാട്ടെ വാക്യം. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള വരവ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടാണവൻ. ലോകത്തിൽ പാർക്കുന്ന മനുഷ്യരാശിയുടെ പാപത്തെ ചുമന്ന് വഹിക്കുന്ന ആ പാപങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ദൈവത്താൽ അയക്കപ്പെട്ട ദൈവ കുഞ്ഞാടാകുന്നു യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. യേശു തന്നെ പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ ലോകത്തിലേക്ക് വന്നത്. വിശുദ്ധ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വളരെ വ്യക്തമായിട്ടൊരു സത്യത്തെ പറയുന്നു. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനവും ആകും. വായിച്ചാട്ട വാക്യം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാൻ എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാനും യോഗ്യവുമായ വചനം. വേദപുസ്തകത്തെ നാം പഠിച്ചു നോക്കിയാൽ ദൈവവചനത്തിന്റെ ഒരൊറ്റ വാക്കോ വള്ളിയോ പുള്ളിയോ ഒരിക്കലും ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വചനം ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യമാണ്, എല്ലാവരും അംഗീകരിപ്പാനും യോഗ്യവുമായ വചനം. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികളെ പോലും ലോകത്തിൽ അതിൽ ഒഴിവാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് ജാതിയോ ഏത് ഭാഷയോ വർണ്ണവർഗ ജാതി ദേശ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യനും അത് അംഗീകരിപ്പാൻ യോഗ്യമായ ഒരു വചനമാകുന്നു യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. ഇതിന്റെ പ്രാരംഭത്തിൽ നാം ഒരു സാക്ഷ്യം കേട്ടുവല്ലോ. യേശു ക്രിസ്തുവിനെ അറിയാത്ത നിലയിൽ ജീവിച്ചു. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിൽ ജാതീയമായ ബന്ധനത്തിൽ കിടന്നിരുന്ന ആ പ്രിയ ദൈവദാസനെ ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ കേട്ടപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. യേശു ലോകത്തിന്റെ രക്ഷിതാവെന്ന് മനസ്സിലായപ്പോൾ അവനെ അംഗീകരിപ്പാൻ, അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഹൃദയം തുറന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും അങ്ങനെയാണ്
അങ്ങനെയാണ് ജനകോടികൾ ജനലക്ഷങ്ങൾ യേശു ലോകത്തിന് രക്ഷിതാവെന്നും പാപങ്ങളെ പരിഹരിക്കുന്നവനെന്നും ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ടാകുന്നു യേശുവും തന്റെ 12 ശിഷ്യന്മാരും കൂടി ആരംഭിച്ച ഈ മാർഗം ഇന്ന് ലോകത്തിൽ ജനകോടികളെ അണിനിരത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള കാരണം അവൻ പാപങ്ങളെ ചുമക്കുവാൻ വന്ന ദൈവകുഞ്ഞാളാണ്. പാപികളെ രക്ഷിപ്പാൻ അവൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യമാണ്, എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാണ്. അത് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിലുള്ള സകല മനുഷ്യരും യേശുക്രിസ്തു പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ എന്നുള്ള വചനത്തെ അംഗീകരിപ്പാൻ ബാധ്യസ്ഥരാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അങ്ങനെ തന്നെയാകുന്നു, അതാകുന്നു അതിന്റെ സത്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ, പാപത്തെ ചുമക്കുവാൻ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഏത് നിലയിലാകുന്നു ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് പ്രാപിപ്പാൻ സാധിക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തെ കേൾക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, ഒരുപക്ഷെ ദൂരെ നിന്നായിരിക്കാം കേൾക്കുന്നത്, നിങ്ങളെ അലട്ടുന്ന, നിങ്ങളെ വ്യസനിപ്പിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ കലക്കുന്ന ഏതെങ്കിലും വിധമായ പാപത്താൽ പിടിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദത്തെ കേൾക്കുന്നുവെങ്കിൽ നിൽക്കുന്നിടത്ത്, ആയിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിപ്പാൻ നിങ്ങൾ ഒരുക്കമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ കലക്കത്തെ മാറ്റുവാൻ, ജീവിതത്തിലെ ഇടർച്ചകളെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥതക്കേടിനെ മാറ്റുവാൻ, അസന്തുഷ്ടിയെ മാറ്റുവാൻ ഒക്കെ വേണം കഴിവുള്ളവനാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് മാറ്റമില്ലാത്ത വചനമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് നിലയിൽ നമുക്കിത് പ്രാപിപ്പാൻ കഴിയും? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ ഒരു വാക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ 10-ാം അധ്യായം അതിന്റെ 43-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചോട്ടെ, 10-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുന്നുവെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അവന്റെ നാമത്തെ അറിയുന്ന, അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കേൾവിക്കാരായ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഈ പാപമോചനം എന്നുള്ള വിഷയം, പാപത്തിൽ നിന്നുള്ള വിടുതൽ എങ്ങനെ നമുക്ക് പ്രാപിപ്പാൻ കഴിയും? അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുന്നുവെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി, അവന്റെ മരണത്തെപ്പറ്റി, അവന്റെ കന്യകാജനനത്തെപ്പറ്റി, അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്നുള്ളതിനെ പറ്റി, അവൻ കാൽവറി ക്രൂശിൽ മരിക്കുമെന്നുള്ളതിനെ പറ്റി, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതിനെ പറ്റിയൊക്കെ പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പ്രവചിച്ചിരുന്നു. ഈ പ്രവചനത്തിന്റെ ഒക്കെ നിവൃത്തിയായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനവും അവന്റെ ശുശ്രൂഷയും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. ഇവിടെയും അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതാണ്, ദൈവത്തിന് സ്തോത്രം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. അത് കേവലം നാമധേയമായ ആരെങ്കിലും എടുത്തു പറഞ്ഞതല്ല. സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞതും ദൈവത്തിന്റെ വചനത്തിൽ ഒരു വള്ളിയും പുള്ളിയും മാറ്റുവാൻ കഴിയാത്ത നിലയിൽ ദൈവവചനം നമ്മെ അടിവരയിട്ട് ഓർപ്പിക്കുന്നതുമായ ഒരു വിഷയമാകുന്നു അത്. ദൈവത്തിന് സ്തോത്രം. അവനിൽ വിശ്വസിക്കണം. ഈ പാപത്തിന്റെ മോചനം പ്രാപിപ്പാൻ അവനിൽ വിശ്വസിക്കണം, അവന്റെ നാമത്തെ അറിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കുക, എന്താകുന്നു യേശുവിന്റെ നാമം? അവനിൽ വിശ്വസിക്കുകയും അവന്റെ നാമത്തെ അറിയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താകുന്നു യേശുവിന്റെ നാമം എന്നൊരു ചോദ്യം ഒരു വിധത്തിൽ നമ്മുടെ മുമ്പാകെ എഴുന്നേറ്റ് വരാം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഏറെക്കുറെ 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെ പറ്റിയും യേശുക്രിസ്തുവിന് കൊടുക്കുന്ന പേരുകളെ പറ്റിയും പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വന്നിട്ട് പറഞ്ഞു, അവന്റെ പേരുകൾ, അവൻ വീരനായ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ വീരനായ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഓൾമൈറ്റി ഗോഡ് എന്നാണ് പറയുന്നത്. അവൻ സർവശക്തനായ വീരനായ ഒരു ദൈവമാകുന്നു. ദൈവത്തിന്
ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ നാമങ്ങളിൽ ഒന്നാകുന്നു അവൻ ധീരനായ ദൈവം. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ മലയാള പരിഭാഷയിലേക്ക് വരുമ്പോൾ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബൈബിളിൽ നാം എടുത്ത ഭാഗം വായിച്ചു നോക്കിയാൽ അവൻ യുഗങ്ങളുടെ വീരനായ ദൈവമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ കാലഘട്ടങ്ങളുടെ ദൈവമാകുന്നു. അവൻ ഈ പ്രപഞ്ചത്തിന്റെ ദൈവമാകുന്നു. അവൻ അനാദികാലം മുതലേ ഉള്ളവനായിരുന്നു. അവൻ ധീരനായ ദൈവം. അവൻ സർവശക്തനായ ദൈവം. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അവൻ ധീരനായ ദൈവമാകുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും അധികാരമുള്ളവൻ, സകലവും തന്നെ കൊണ്ട് സാധിക്കുന്ന നിലയിൽ വീരനായ ഒരു ദൈവമെന്നാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ വീരനാണ്. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ അവന്റെ പാപത്താലുള്ള വീഴ്ചയുള്ളവനെ കരകയറ്റുവാൻ നമ്മുടെ യേശു ക്രിസ്തു വീരനായ ദൈവമാകുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് അവനിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ അറിയുന്നതിനാൽ, അവന്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ പാപമോചനം ലഭിക്കുന്നു എന്ന് പറയുന്നു. അവന്റെ നാമങ്ങളിൽ ഒന്ന് അവൻ ധീരനായ ദൈവമെന്നുള്ളതാകുന്നു. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം മാത്രം ഒന്ന് വായിച്ചാട്ടെ. 1-ന്റെ 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ വായിക്കുവാൻ സമയമില്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമങ്ങളിൽ ഒന്നായിരുന്നു വചനം എന്നുള്ളത്, അഥവാ ലോഗോസ് എന്നുള്ളത്. അവൻ വചനമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഈ കാണപ്പെടുന്ന പ്രപഞ്ച സീമകളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ യേശു ക്രിസ്തു വചനമായി അവൻ ഉണ്ടായിരുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ലോഗോസ് ആകുന്നു. വചനത്തിന് സകലത്തെയും ജീവിപ്പിക്കുവാൻ അധികാരമുണ്ട്. ഈ ലോകത്തെ ദൈവം ഉണ്ടാക്കുമ്പോൾ വാക്കുകൾ കൊണ്ടാകുന്നു സകലത്തെയും അവൻ ഉളവാക്കിയത്. ആകയാൽ വചനത്തിന് ശക്തിയുണ്ട്. അവന്റെ നാമത്തിലൊന്ന് വചനമെന്നാകുന്നു. വചനത്തിന് സകലത്തെയും ഉളവാക്കുവാനും ജീവിപ്പിക്കുവാനും ശക്തിയുണ്ട് എന്ന് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 5-6 വാക്യങ്ങളാണെന്ന് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവവചനം പറയുന്നുണ്ട്. അതിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ പറയുമ്പോൾ കർത്താവ് ഒരുവൻ എന്ന് പറയുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് കൂറിയോസ് എന്നാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവൻ എന്റെ രക്ഷകൻ എന്നാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമങ്ങളിൽ ഒന്ന് അവൻ എന്റെ കർത്താവാകുന്നു, അല്ലെങ്കിൽ അവൻ എന്റെ കൂറിയോസ് ആകുന്നു, അവൻ എന്റെ രക്ഷകനാകുന്നു എന്നുള്ളതാകുന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നമ്മെ രക്ഷിപ്പാൻ മതിയായവനാണ്. അവൻ പാപത്തിൽ നമ്മെ രക്ഷിപ്പാൻ മതിയായവനാണ്. ആയതുകൊണ്ടാകുന്നു യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നമേ, യേശു ക്രിസ്തു ജനിക്കുമ്പോൾ അവൻ എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്നാകുന്നു. അവൻ രക്ഷിപ്പാൻ അധികാരമുള്ളവൻ. പാപത്തിൽ കഴിയുന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ അധികാരമുള്ളവനാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാകുന്നു ആൽഫ എന്നുള്ളത്. അതിന്റെ അവസാനത്തെ അക്ഷരമാകുന്നു ഒമേഗ. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആൽഫ ആൻഡ് ഒമേഗ, ആൽഫയും ഒമേഗയും ആകുന്ന ഒരു കർത്താവായ യേശു, ആദ്യനും അന്ത്യനുമാകുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ അവനുണ്ട്. ആരംഭം മുതൽ അവസാനം വരെ ഉള്ളവൻ. ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ, ഈ കാണപ്പെടുന്ന സകലത്തിന്റെയും ആരംഭം മുതൽ അവസാനം വരെ നമ്മോടുകൂടെ ഇരിപ്പാൻ കഴിവുള്ളവനാകുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആൽഫായും ഒമേഗായും എന്ന് പറഞ്ഞാൽ എല്ലാം അവനിലുണ്ട്. അവനിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആൽഫായും ഒമേഗായും, ആദ്യനും അന്ത്യനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ നാം നമ്മുടെ സംസാര ഭാഷയില് ചില സ്ഥാപനങ്ങളെ ഉദ്ദേശിച്ച് ഒക്കെ പറയാറുണ്ട്: എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, നല്ല കടയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുമെങ്കിൽ
സാധാരണ ഒരു സംസാര ഭാഷയിൽ ആളുകൾ പറയാറുള്ള ഒരു വാക്കാണ് A to Z എല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമാണ് A, അവസാനത്തെ അക്ഷരമാണ് Z എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ എല്ലാം കിട്ടും. എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് ഒരു വലിയ സാനിറ്ററി ഷോപ്പുണ്ട്, പ്രധാനപ്പെട്ട ഒരു കടയാണ് എറണാകുളത്തെ, അതിന്റെ പേര് A to Z എന്നാണ്. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും, അവിടെ വേണ്ടത് അത്യാവശ്യമുള്ളത് എല്ലാം തന്നെ അവിടെ കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അവൻ ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ, അവൻ ആദ്യനും അന്ത്യനും എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ, ലോകാരംഭം മുതൽ, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ലോകത്തിന്റെ അന്ത്യം വരെയും, മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഈ ലോകത്തിന്റെ അന്ത്യം വരെയും ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ അവന്റെ രക്ഷയുടെ നാളുകൾ മുതൽ അവൻ മഹിമയുടെ വലത്തുഭാഗത്ത് പിതാവിന്റെ സന്നിധിയിൽ യേശുവിനോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന നാൾ വരെയും, അവന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ മാനുഷികമായി ചിന്തിച്ചാൽ നാം ഈ ലോകത്തിൽ ജനിക്കുന്ന നാൾ മുതൽ മരിക്കുന്ന ദിവസം വരെയും, ആരംഭം മുതൽ അവസാനം വരെ നമ്മോടുകൂടെ ഇരിപ്പാൻ കഴിവുള്ളവനാകുന്നു നമ്മുടെ യേശു. അവൻ ആൽഫയും ഒമേഗയും എന്നാണ് അവന്റെ നാമം. പത്രോസ് പറഞ്ഞു, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, അവനെ അറിയുന്നതിനാൽ, അവന്റെ നാമത്തെ വിശ്വസിക്കുന്നതിനാൽ ഈ പാപമോചനം പ്രാപിപ്പാൻ കഴിയും. വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷങ്ങളൊക്കെ നാം വായിച്ചാൽ, സുവിശേഷങ്ങളിലൊക്കെ നാം വായിച്ചു നോക്കുമ്പോൾ യേശുവിന്റെ മറ്റൊരു നാമം നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഇങ്ങനെ ഒരു പേരുണ്ട്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. യേശുവിന്റെ നാമങ്ങളിൽ ഒന്നാകുന്നു ഇമ്മാനുവേൽ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവൻ നമ്മോട് കൂടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഇമ്മാനുവേലാകുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പറയണം. യേശു ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും പറയണം ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നോട് കൂടെയുള്ളവൻ. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്നോട് കൂടെയുള്ളവൻ, ഞാൻ ഉറങ്ങുമ്പോൾ എന്നോട് കൂടെയുള്ളവൻ, എന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരോട് കൂടെയുള്ളവൻ, ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നോട് കൂടെയുള്ളവൻ, ഞാൻ ഭവനത്തിലിരിക്കുമ്പോൾ എന്നോട് കൂടെയുള്ളവൻ, അതാകുന്നു ഇമ്മാനുവേൽ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാ, എന്റെ യേശു ഇമ്മാനുവേലായിട്ട് എന്നോട് കൂടെയുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ എന്നോട് കൂടെയുള്ളവനാകുന്നു അവൻ. എത്ര പേർക്ക് ധൈര്യമായിട്ട് പറയാ? അത് പറയുവാൻ ധൈര്യമുള്ളവര് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ആമേൻ. അവൻ ഇമ്മാനുവേൽ എന്നാകുന്നു അവന്റെ നാമം. പത്രോസ് പറഞ്ഞത് അവനെ അറിയുന്നതിനാൽ, അവന്റെ നാമത്തെ അറിയുന്നതിനാൽ, ഈ നാമത്തെ വിശ്വസിക്കുന്നതിനാൽ പാപം മോചനം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിയത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും യേശു ക്രിസ്തുവിനെ ഇതാ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഇനിയും അനേക സന്ദർഭങ്ങളുണ്ട്. അടുത്തതായി നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചോട്ടെ, യോഹന്നാൻ 19:5. അങ്ങനെ യേശു, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു ക്രിസ്തു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തേക്ക് വന്നു. റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് വെളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഭാഗമാകുന്നു ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് പറയുകയാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻപേ ഉള്ള വിസ്താരവേളയില്, അവന്റെ വിസ്താരത്തിന്റെ അനന്തരമായിട്ട് യഹൂദന്മാരുടെ മുൻപാകെ, റോമൻ പടയാളികളുടെ മുൻപാകെ, കൂടിയിരുന്ന പുരുഷാരത്തിന്റെ മുൻപാകെ യേശു ക്രിസ്തുവിനെ പീലാത്തോസ് വെളിയിലേക്ക് കൊണ്ടുവന്നു. അവന്റെ തലയിൽ ഒരു മുൾക്കിരീടമുണ്ട്. അവൻ ധൂമ്രവസ്ത്രം ധരിച്ചിരിക്കുകയാണ്. അവന്റെ സ്വതവേയുള്ള വസ്ത്രങ്ങളെല്ലാം അവർ അഴിച്ചു മാറ്റിയിട്ട് ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അവരൊരു പ്രത്യേക വസ്ത്രം ധരിപ്പിക്കും, ധൂമ്രവസ്ത്രം. അത് ധരിപ്പിച്ചുകൊണ്ട് തലയിൽ ഒരു മുൾക്കിരീടവും വെച്ച് യേശു ക്രിസ്തുവിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ, ഇതാ ആ മനുഷ്യൻ എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ പീലാത്തോസ് ജനങ്ങളുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇതാ ആ മനുഷ്യൻ. ദൈവമായിരുന്നവനെ പീലാത്തോസ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മനുഷ്യനായിട്ടാകുന്നു. സ്നാപക യോഹന്നാൻ ലോകത്തിന്റെ മുൻപാകെ യേശുവിനെ പരിചയപ്പെടുത്തിയത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ സ്വന്തം ചുമലിൽ വഹിക്കുന്ന ഒരു കുഞ്ഞാടായിട്ടാകുന്നു. എന്നാൽ റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് വിസ്താരാനന്തരം യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇതാ ആ മനുഷ്യൻ. അവന്റെ തലയിൽ
തലയിൽ മുൾക്കിരീടമുണ്ട്, അവനൊരു ധൂമ്രവസ്ത്രം ധരിച്ചിരിക്കുന്നു. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുന്നമേ ഉള്ള വിസ്താരവേളയെങ്കിൽ നിന്ന് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗമാകുന്നു. ഇതാ ആ മനുഷ്യൻ. ഒരുപക്ഷെ നാം ആ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, ദൈവമായിരുന്നവനെ പീലാത്തോസ് മനുഷ്യൻ എന്ന് വിളിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അത് യാദർച്ഛികമായിട്ടുണ്ടായതല്ല, അത് വാസ്തവമായിരുന്നു. അവൻ മനുഷ്യപുത്രനായിരുന്നു. അവൻ ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യപുത്രനായിരുന്നു. അവൻ മനുഷ്യപുത്രനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു. എന്തുകൊണ്ടാകുന്നു യേശുവിനെ മനുഷ്യപുത്രൻ അഥവാ ഈ മനുഷ്യൻ താ നിൽക്കുന്നു എന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചത്? എന്തുകൊണ്ടാകുന്നു എന്ന് നാം നോക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 2:6 മുതലുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ, നിർത്തി വായിക്കണം. അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസന്റെ രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, ശ്രദ്ധിക്കണമേ, മനുഷ്യന്റെ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒരു ഭാഗമാകുന്നു അത്. ദൈവത്തിന് സ്തോത്രം. അവൻ ദൈവത്തോടു കൂടെ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവത്തിന്റെ ഓമന കുമാരനായ ക്രിസ്തു യേശു, അവൻ ദൈവത്തോട് കൂടെ ഇരുന്നവനായിരുന്നു. സ്വർഗത്തിന്റെ മഹിമകളെ വെടിഞ്ഞ് ദൈവപുത്രനായ ക്രിസ്തു ഇതാ ഒരു മനുഷ്യനായി താണലോകത്തിലേക്ക് വന്നു. അപ്പോസ്തലനായ പൗലോസ് ആലങ്കാരികമായ ഭാഷയില് വളരെ വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു സമരായിരുന്നു, ഈക്വലായിരുന്നു, അവർ തുല്യരായിരുന്നു. ഈ സമത്വം മുറുകെ പിടിക്കാതെ യേശു ക്രിസ്തു താണലോകത്തിലേക്ക് ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താണലോകത്തിലേക്ക് വന്നു, തന്നെത്താൻ താഴ്ത്തി, ഒരു മനുഷ്യനെ പോലെയായി. അടുത്തതായിട്ട് പറയുന്നു, വേഷത്തിൽ മനുഷ്യനായി. ദൈവത്തിന് സ്തോത്രം. അവൻ മനുഷ്യനല്ല, വേഷത്തിൽ അവൻ മനുഷ്യൻ ആവുകയായിരുന്നു ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു. ദൈവത്തിന് സ്തോത്രം. എവിടെ വരെയാണെന്നറിയാമോ? മരണത്തോളം, ഗൊൽഗൊഥായിലെ മരണത്തോളം, കാൽവറി ക്രൂശിൽ അവൻ പിടഞ്ഞു മരിക്കുന്നത് വരെ അവൻ തന്നെത്താൻ താഴ്ത്തിയിട്ട് ഒരു മനുഷ്യനെ പോലെ താണലോകത്തിൽ വന്നു. ഒരു മനുഷ്യന്റെ വേഷം കെട്ടിയിട്ട് അവൻ താണലോകത്തിൽ വന്ന് അവരുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ, അവരുടെ അകൃത്യങ്ങൾ അവരെ വിടുവിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ സ്വർഗത്തിന്റെ മഹിമകളെ വിട്ട് പിതാവിനോടുള്ള സമത്വം വിട്ടകന്നിട്ട് അവരൊരു മനുഷ്യനെ പോലെ താണലോകത്തിലേക്ക് ഇറങ്ങി. ഈ അവസ്ഥകളെ മുന്നമേ കണ്ടിട്ടാണ് പീലാത്തോസ് യേശുവിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദാ നിൽക്കുന്നു ആ മനുഷ്യൻ. അവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. എന്തിനു വേണ്ടിയാണ് അവൻ മനുഷ്യനായെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ അകൃത്യങ്ങളെ വെടിവെക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഒരു മനുഷ്യനെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ ലേഖനകർത്താവ് ഇപ്രകാരം പറഞ്ഞു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നാം വായിച്ചു നോക്കിയാൽ, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ സമനായി തീരുവാൻ ആവശ്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകലത്തിലും തന്റെ സഹോദരന്മാരോട് സമനായി തീരുവാൻ ആവശ്യമായിരുന്നു. യേശു ക്രിസ്തു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ, പാപത്താൽ ജീവിക്കുന്ന മനുഷ്യരാശിയെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ലോകത്തിൽ വരേണ്ടിയിരുന്നു. ദൈവത്തിന്റെ അനാദിനിത്യതയിലെ പ്ലാൻ പ്രകാരം ദൈവത്തിന്റെ സമയമായപ്പോൾ, സ്വർഗത്തിലെ കടികാരത്തിൽ സമയം നിർണയിച്ച സമയമായപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ന്യായപ്രമാണത്തിന് നിവർത്തിപ്പാൻ കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് അയക്കുകയുണ്ടായി. യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ വേഷം കെട്ടി താഴേക്ക് ഇറങ്ങി വന്നു. എന്തിനാണെന്നറിയാമോ? തന്നെ ഏൽപ്പിച്ച സകല കാര്യത്തിലും ഒരു വിശ്വസ്ത മഹാപുരോഹിതനായി ദൈവത്തിന്റെ മുൻപാകെ പോയി നിൽക്കുവാൻ തന്റെ സഹോദരന്മാരോട് അവൻ സമനാകണമായിരുന്നു. ഇല്ല എങ്കിൽ അവൻ
അവൻ മനുഷ്യരോട് സമനാകണം, എങ്കിൽ മാത്രമേ അവരെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. ആയതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ, ദൈവപുത്രനായിരുന്നവൻ മനുഷ്യനായി വേഷമെടുത്ത് ഒരു മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നത്. പാപത്താൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അവനൊരു മനുഷ്യനെ പോലെ താണ് ലോകത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കഥ എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവ് വനത്തിൽ വേട്ടയ്ക്കായിട്ട് പോവുകയുണ്ടായി. വേട്ടയ്ക്കായിട്ട് വനത്തിൽ പോയ രാജാവ് തന്റെ ചെറുമകനുമായിട്ടാണ് പോയത്. അങ്ങനെ വനാന്തരത്തിൽ വേട്ടയാടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയോ തന്റെ കയ്യിൽ നിന്ന് ഈ കൊച്ചു കുഞ്ഞ് നഷ്ടപ്പെട്ടു. തന്റെ ചെറിയ മകൻ തന്നിൽ നഷ്ടപ്പെട്ടു പോകുവാനിടയായി. രാജാവ് വളരെ പരിശ്രമിച്ച് അവനെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. രാജാവ് അതീവ ദുഃഖിതനായി മടങ്ങി കൊട്ടാരത്തിലേക്ക് വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദുഃഖിതനായി കൊട്ടാരത്തിലേക്ക് വന്ന രാജാവ് ചില നാളുകൾ കഴിഞ്ഞ് വീണ്ടും വനത്തിലേക്ക് വേട്ടയ്ക്കായി പോയപ്പോൾ ഇങ്ങനെ കുതിരപ്പുറത്ത് താൻ യാത്ര ചെയ്ത് ആയുധധാരിയായി യാത്ര ചെയ്തു പോകവേ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു നല്ല സംഗീത പാട്ട് കേൾക്കുന്ന സൗണ്ട് കേൾക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഒരു നല്ല ഓടക്കുഴൽ വായിക്കുന്ന ശബ്ദം കേട്ടിട്ട് രാജാവ് കുതിര അതിവേഗത്തിൽ അവിടേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു പുഴയുടെ കരയിൽ ഒരു മനുഷ്യൻ, ഒരു കാട്ടുമനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, അവിടുത്തെ വേഷവിധാനങ്ങളോടുകൂടെ അവിടെ നിന്ന് മനോഹരമായി ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ രാജാവിന് മനസ്സിലായി പണ്ട് തന്നിൽ നഷ്ടപ്പെട്ടു പോയ തന്റെ ചെറിയ മകനാണത്. ദൈവത്തിന് സ്തോത്രം. രാജാവ് അതിവേഗത്തിൽ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ഓടി തന്റെ മകന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ മനുഷ്യൻ പെട്ടെന്ന് തന്റെ ആവനാഴിയിൽ നിന്ന് പൂണിയിൽ നിന്ന് അമ്പും വില്ലും എടുത്ത് രാജാവിന്റെ നേരെ എയ്യുവാനായിട്ട് ഇങ്ങനെ പിടിച്ചു. രാജാവ് പകച്ചു നിന്നുപോയി. രാജാവ് പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനാണ്, നീ എന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ അമ്പെയ്ത് കൊല്ലുവാൻ തുടങ്ങുകയാണ്. രാജാവ് ഭയപ്പെട്ട് തിരിച്ചുപോയി. ഇങ്ങനെ പല ആവർത്തി ഈ സംഭവം ഉണ്ടായി. ഒരു വിധത്തിലും രാജാവിന് അവനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവും തന്റെ മന്ത്രിയും കൂടെ വേട്ടയ്ക്കായിട്ട് കടന്നുപോയി. പോയ സമയത്തും ഇതേ സംഭവം ഉണ്ടായി. ഒരു വിധത്തിലും അവനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ തന്റെ മന്ത്രി വളരെ ബുദ്ധിമാനായിരുന്നു. മടക്കി കൊട്ടാരത്തിൽ വന്നപ്പോൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകനെ വീണ്ടെടുക്കുവാൻ ആഗ്രഹമുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ ഒരിക്കലും രാജാവിന് അവനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. അങ്ങൊരു രാജാവായിരിക്കുന്നിടത്തോളം കാലം മകനെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്താൽ അത് സാധിക്കും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? രാജാവിന്റെ വേഷം അഴിച്ചു വയ്ക്കണം, രാജാവിന്റെ കിരീടമുരി വയ്ക്കണം, രാജവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് ആ വേട്ടക്കാരനെ പോലെ, ആ കാട്ടുമനുഷ്യനെ പോലെ ഒരു വേഷം കെട്ടിയിട്ട്, ദൈവത്തിന്റെ സ്തോത്രം, അങ്ങയുടെ മുടിയും അങ്ങയുടെ താടിയും അങ്ങയുടെ രൂപവും വേഷവിധാനങ്ങളും ഒക്കെ അവനെ പോലെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവനെ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. രാജാവ് വേഷം മാറി കിരീടമുരി വെച്ചു, തന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചു. വനത്തിൽ ജീവിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെ, ഒരു കാട്ടുമനുഷ്യനെ പോലെയുള്ള വേഷം കെട്ടിയിട്ട് കുതിരപ്പുറത്ത് തന്റെ അടുക്കലേക്ക് ചെന്നു. പതിവ് പോലെ പുഴയുടെ കരയിൽ നിന്ന് ഓടക്കുഴലിന്റെ നാദം കേട്ടു. രാജാവ് അവിടേക്ക് ചെന്നു, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. ദൈവത്തിന്റെ സ്തോത്രം, ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന പ്രതികരണമല്ല, അവൻ മൗനമായി നിൽക്കുന്നു. രാജാവ് അവന്റെ അടുക്കലേക്ക് ചെന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇവർ തമ്മിൽ പിൽക്കാലത്ത് സ്നേഹിതന്മാരായി. ഇത് പല സന്ദർഭങ്ങൾ ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ഇവർ സ്നേഹിതരായ ശേഷം രാജാവ് അവനെ പറഞ്ഞു മനസ്സിലാക്കി, പണ്ട് ഞാൻ ഈ വനത്തിൽ വേട്ടയ്ക്ക് വന്നപ്പോൾ യാദൃച്ഛികമായി നീ എന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതാണ്. നീ എന്റെ മകനാണ്, നീ ഇവിടെ ജീവിക്കേണ്ടവനല്ല, നീ കൊട്ടാരത്തിൽ വസിക്കേണ്ടവനാണ്. ഇങ്ങനെ പറഞ്ഞവന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവനെ മടക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ മനുഷ്യനല്ല, പിന്നെയോ മനുഷ്യന്റെ വേഷം കെട്ടി മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യന്റെ വേഷം കെട്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വരികയാകുന്നു. അവൻ ചെയ്തതെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ക്രിസ്തു എന്താണ് മനുഷ്യന്റെ രക്ഷയ്ക്കായി ചെയ്തത്? അവൻ മനുഷ്യനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ രക്ഷകനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതിനുവേണ്ടിയാണ് അവൻ മനുഷ്യന്റെ വേഷം കെട്ടിയത്. പീലാത്തോസ് പറഞ്ഞു, ഇതാ നിൽക്കുന്നു ആ മനുഷ്യൻ, ഇതാ നിൽക്കുന്നു മനുഷ്യൻ. എന്താണ് സന്ദർഭം എന്നറിയാമോ? കാൽവറി ക്രൂശിലേക്ക് കടന്നു പോകുവാൻ പോകുന്ന ഒരു യേശു ക്രിസ്തുവിനെ അവിടുന്ന്
ആകുന്നു അവിടുന്ന് കാണുന്നത്. ഇതാ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് അടിക്കപ്പെട്ട് ദൈവത്തിന് സ്തോത്രം പീഡനങ്ങൾ ഏറ്റുവാങ്ങി അടിയേറ്റ് നിന്ദിക്കപ്പെട്ടവനായി വ്യസനമേറ്റവനായി നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താകുന്നു നമ്മെ വിളിച്ചറിയിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ കാൽവറിയാകുന്നു അവിടെ നമുക്കത് വിളിച്ച് അറിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ പാപത്തിൽ നിന്നുള്ള പരിഹാരം യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലൂടെയാണ്. അവൻ മനുഷ്യപുത്രനായി ലോകത്തിൽ വന്നിട്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി താണലോകത്തിൽ വന്ന് അവൻ കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ യേശു ക്രിസ്തു പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളം തുടങ്ങി ഗോൽഗുഥ എന്ന കുലത്തളം വരെ അവൻ അനുഭവിച്ച പീഡനങ്ങളും അവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ വേദനകളും അവന്റെ മനസ്സിലുണ്ടായ ദുഃഖങ്ങളുമാകുന്നു യേശു ക്രിസ്തുവിന്റെ കാൽവറി എന്ന വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നത്തെ ലോകം, ക്രൈസ്തവ ലോകം തന്നെ യേശുവിന്റെ കാൽവറിയെ പറ്റി ആഘോഷിക്കാറുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ കൊണ്ടാടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുരിശിന്റെ വഴി എന്ന് പറഞ്ഞുകൊണ്ട് കുരിശും ചുമന്നുകൊണ്ട് ഇങ്ങനെ തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, കുരിശിന്റെ വഴി എന്ന് പറഞ്ഞാൽ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നതല്ല. ഇന്ന് അതിന് പല നൂതനമായ മാർഗങ്ങൾ പലരും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഈസ്റ്റർ സീസണില് ഞാനിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വലിയ ജനസമൂഹം ഇങ്ങനെ നിരനിരയായി കടന്നു പോകുന്നു. വാഹനം പോകുവാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എല്ലാവരുടെയും തോളത്ത് ക്രൂശുണ്ട്. ചിലരാണെങ്കിൽ സൗകര്യമായിട്ട് കയ്യിൽ പിടിച്ച് ആട്ടിക്കൊണ്ട് പോകുന്നു, ചിലരാണെങ്കിൽ രണ്ട് കയ്യിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യൻ എടുക്കുവാൻ കഴിയാത്തൊരു ഭാരമേറിയ ക്രൂശ് വലിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും ഭാരമുള്ള ക്രൂശ് എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നല്ലവണ്ണമുണ്ട്. ആ ക്രൂശും ചുമന്നുകൊണ്ട് ഇങ്ങനെ ഭാരമേറിയ ക്രൂശും വഹിച്ചുകൊണ്ട് പോവുകയാണ്. ഞാനിത് കാണുവാനായിട്ട് വാഹനം ഒന്ന് സ്ലോ ചെയ്ത് അടുത്ത് വന്ന് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ഇത്ര ഭാരമേറിയ ക്രൂശാണല്ലോ. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? 8 ഇഞ്ച് കനമുള്ള ഒരു PVC പൈപ്പ് എൻഡ് ഗ്യാപ്പിട്ട് അടച്ച് അതിങ്ങനെ ക്രൂശിന്റെ രൂപത്തിലാക്കി തോളെ വെച്ച് ഈസി ആയിട്ട് കൊണ്ടുപോവുകയാ. സ്നേഹിതരെ, PVC പൈപ്പ് തോളെ വെച്ച് വലിച്ചുകൊണ്ട് പോകുന്നതല്ല ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്. കുരിശിന്റെ മാർഗം എന്ന് പറയുന്നത് അതല്ല. യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതയാകുന്നു, അവൻ അനുഭവിച്ച വ്യാകുലമാകുന്നു ക്രൂശിന്റെ വഴി എന്ന് പറയുന്നത്. അതാകുന്നു ക്രൂശിന്റെ മാർഗം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ പറ്റി നാം പഠിക്കുമ്പോൾ, യേശുവിനെ ആ ഗത്സമന തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ റോമൻ പടയാളികളും സേവകന്മാരും ഒക്കെ വന്ന് തീവട്ടി പന്തങ്ങളും വടിയും വാളുമായി വന്ന് യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി അവനെ വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുപോയി. ഒറ്റ രാത്രിയിൽ 4 കോടതിയിൽ 5 പ്രാവശ്യം മാറിയും തിരിഞ്ഞും യേശുവിനെ വിസ്തരിപ്പാനിടയായി തീർന്നു. അവനാവുന്ന നോക്കിയിട്ട് ഒരൊറ്റ കുറ്റവും അവനിൽ കണ്ടുപിടിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പീലാത്തോസ് പറഞ്ഞു, നീതിമാനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പുരുഷാരം അവനെ നോക്കി വിളിച്ച് അലറി, അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പീലാത്തോസ് അവനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. പടയാളികൾ അവനെ കൈയേറ്റു. അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അവന്റെ കൈകൾ ഒരു ആമത്തിലേക്ക് ബന്ധിക്കുവാനിടയായി അവനെ കുനിച്ചു നിർത്തി. റോമൻ പടയാളികൾ ക്രൂശിക്കുന്നതിന് മുൻപ് ക്രൂശിൽ തറച്ചു കൊല്ലുവാൻ പോകുന്ന കുറ്റവാളിയെ മൃഗീയമായ പീഡനത്തിന് ഇരയാക്കിയാണ് കൊല്ലുന്നത്. അതിന് മുന്നമേ ഒരു ചാട്ടവാറടിയുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട കാപാലികന്മാരായ പടയാളികൾ യേശുവിന്റെ ഇരുപുറവും നിന്നു. ദൈവത്തിന് സ്തോത്രം. ഏറെക്കുറെ 1 മീറ്റർ 3/4 മീറ്റർ ഉയരമുള്ള ഒരു തൂണിലേക്ക് അവന്റെ കൈകൾ ബന്ധിപ്പിച്ചു. യേശുവിനെ ഇങ്ങനെ കുനിച്ചു നിർത്തിയിരിക്കുകയാണ്. പടയാളികൾ ഇരുപുറവും നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒട്ടകത്തിന്റെയും കുതിരയുടെയും ഒക്കെ തോൽവാറുകൾ 7ആയി പിന്നിയുണ്ടാക്കിയ അതേ 2 ചാട്ടവാറുകൾ കൊണ്ട് പടയാളികൾ ഇരുപുറവും നിൽക്കുന്നു. അതിന്റെ അറ്റത്ത് ചൂണ്ടകളും അസ്ഥികഷ്ണങ്ങളും ഈയക്കട്ടകളും കൊളുത്തി വെച്ചിരിക്കുകയാണ്. ഇവർ മാറി യേശുവിനെ അടിച്ചു. അടിയേറ്റ യേശുവിന്റെ ശരീരം പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ജനിക്കുന്നതിന് 1000ഓളം വർഷങ്ങൾക്കപ്പുറം ഇസ്രായേലിന്റെ മധുരഗായകനായി ദാവീദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ബുഭുക്ഷയോടെ അലറുന്ന സിംഹത്തെ പോലെ അവരെന്റെ നേരെ വായ് പിളർക്കുന്നു. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. അനേകം കാളകൾ എന്റെ ചുറ്റിലും വന്നു. അവർ ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ എന്റെ നേരെ വായ് പിളർക്കുന്നു. എന്റെ കൈകളെയും കാലുകളെയും അവർ തുളയ്ക്കുന്നു. എന്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിടുന്നു. യേശുവിന്റെ കാൽവറിയിലേറ്റ് അവൻ പീഡകളെ നോക്കുമ്പോൾ ഭയാനകമായ പീഡകൾ ഏറ്റുവാങ്ങി അവിടെ നിന്ന് അവനെ പുറത്തിറക്കി. ഭാരമേറിയ ഒരു പച്ച പൈൻമര ക്രൂശ്, ഏറെക്കുറെ 180ഓളം കിലോ ഭാരം വരുന്ന ഒരു ക്രൂശ് അവന്റെ തോളിലേക്ക് കൊടുത്തു. രക്ഷകരിതാ മനുഷ്യവർഗത്തിന്റെ
പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കാൽവറിയിലേക്ക് നടക്കുകയാ. ഇന്ന് രാത്രിയിൽ എന്റെ കേൾവിക്കാരെ, പ്രിയ സ്നേഹിതരെ, ദൈവമക്കളെ, ആർക്ക് വേണ്ടിയാകുന്നു യേശു ക്രിസ്തു പോയത്? പീലാത്തോസ് പറഞ്ഞു, ഇതാ നിൽക്കുന്നു ആ മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ. ഒരു മനുഷ്യനെ പോലെ, നമ്മിൽ ഒരാളെ പോലെ അസ്ഥിയും മാംസപേശികളും ഞരമ്പുകളും രക്തവും ഒക്കെയുള്ള ഒരു നല്ല ആരോഗ്യമുള്ള ശരീരമുള്ളവനായ ക്രിസ്തു ഇതാ അടിയേറ്റ് പിടഞ്ഞു മരിക്കുവാൻ അതേ ഭാരമേറിയ ക്രൂശും ചുമന്നുകൊണ്ട് ഗോൽഗോഥ എന്ന കുലത്തളത്തിലേക്ക് പോകുക. ഭാരമേറിയ ക്രൂശും വഹിച്ചുകൊണ്ട് രക്ഷകൻ വീഴുന്നു. വീണ യേശു ക്രിസ്തുവിനെ പടയാളികൾ ചാട്ടവാർ കൊണ്ട് ആഞ്ഞടിക്കുന്നു. അടിയുടെ വേദന കൊണ്ട് അവൻ കുതിച്ചെഴുന്നേൽക്കുന്നു. വീണ്ടും അവൻ വീഴുന്നു. വീണ യേശുവിനെ ക്രൂശോടുകൂടെ പടയാളികൾ വലിച്ചെടുക്കുന്നു. അവന്റെ ശരീരം ആകമാനം മുറിഞ്ഞു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമായി. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, കാളകൾ ഉഴുതുമറിച്ച കണ്ടം പോലെ യേശുവിന്റെ പുറം അടിച്ച് നീളത്തിൽ ഉഴവുചാലുകൾ പോലെ കയറി, ഉഴവുചാലുകൾ പോലെ കാളകൾ കൊണ്ട് ഉഴുതുമറിച്ച ഒരു കണ്ടം പോലെ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. റോമൻ വെള്ളി നാണയങ്ങളും ചവണകളും ചേർത്ത് പിടിച്ച് യേശുവിന്റെ താടി രോമങ്ങൾ അവർ നിർദ്ദയം പറിച്ചെടുത്തു. അവിടെ ഒന്ന് രക്തമൊഴുകിയാണ്. മുള്ളുകൊണ്ട് മെടഞ്ഞൊരു കിരീടമെടുത്ത് അവന്റെ തലയിൽ വെച്ചു. ഒരു പടയാളി നീളമുള്ള ഒരു കോല് കൊണ്ട് അവന്റെ തലയിൽ ആഞ്ഞടിച്ചു. അവന്റെ തലയിൽ നിന്ന് രക്തമൊഴുകുന്നു. അവന്റെ മുഖത്തു നിന്ന് രക്തമൊഴുകുന്നു. ഇത് അവനെ ക്രൂശിക്കുവാൻ ഗോൽഗോഥായിൽ കൊണ്ടുപോയി. ക്രൂശ് കടത്തിയിട്ട് അവനെ അതിലേക്ക് മലർത്തി കിടത്തി. പടയാളികൾ അവന്റെ കൈകൾ വിരിച്ചു വലിച്ചു പിടിച്ചു. പടയാളി ഒരു കൂർത്തുമൂർത്ത കാരിരുമ്പാണി അവന്റെ കൈപ്പത്തിയിലേക്ക് എടുത്തു വെച്ചു. ആഞ്ഞടിച്ചു കയറ്റി കരുണ കൂടാതെ അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. ആ ക്രൂശ് അവർ ഉയർത്തി പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കുഴിയിലേക്ക് നിർത്തി. ഇതാ രക്ഷകനെ നാടുകയാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യേ, മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ, മാനവരാശിയുടെ രക്ഷകനായ ക്രിസ്തു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വന്ന കുഞ്ഞാട്, ഇതാ ക്രൂശും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ, മുൾക്കിരീടം ഏന്തിക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ, ഇതാ പാപത്തെ ചുമക്കുവാൻ അടിയേറ്റു നിൽക്കുന്നു. എത്രയോ ഭയാനകമായ അനുഭവം. അവൻ നമുക്ക് വേണ്ടി വേദനകളെ ഏറ്റു, നമുക്ക് വേണ്ടി അവൻ പീഡകളെ ഏറ്റുവാങ്ങി, നമുക്ക് വേണ്ടി അവൻ അടികളെ ഏറ്റുവാങ്ങി. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മനുഷ്യനായി വന്നത്, നമ്മിൽ ഒരാളെ പോലെ വന്നത് നമുക്ക് വേണ്ടിയാകുന്നു. നമ്മുടെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടിയാകുന്നു. എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടിയാകുന്നു. എത്ര പേർക്കത് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? ആകയാൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നത് എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമക്കുവാൻ. സ്വന്തം ശരീരത്തിൽ അവൻ ആണികൾ ഏറ്റുവാങ്ങി. സ്വന്തം ശരീരം അടിയേറ്റ് തകർക്കുവാനിടയായി തീർന്നു. ഇതാ വ്യാകുലപ്പെട്ടവനായി, വേദന സഹിക്കുന്നവനായി, പിടയുന്നവനായി, വേദന കൊണ്ട് പുളയുന്നവനായി രക്ഷകൻ കാൽവറിയിലേക്ക് പോവുകയാണ്. ഇത് രാത്രിയിൽ ഒരു നിമിഷം ആ കാൽവറിയെ നോക്കാമോ? ആ കാൽവറി നമ്മുടെ രക്ഷയുടെ മാർഗമാകുന്നു. ആ കാൽവറി നമ്മുടെ ജീവന്റെ മാർഗമാകുന്നു. ആ കാൽവറി നമ്മുടെ ഉദ്ധാരണത്തിന്റെ മാർഗമാകുന്നു. ആ കാൽവറി നമ്മെ ജീവിപ്പിക്കുന്ന മാർഗമാകുന്നു. ഹല്ലേലൂയ. കണ്ടിടുക നീ കാൽവറി ക്രൂശിൽ കർത്തനാം യേശു നിനക്കു വേണ്ടി. കണ്ടിടുക നീ കാൽവറി ക്രൂശിൽ ചേർന്ന് ധ്യാനിച്ചത് പാടിയാം. യേശു നിനക്കു വേണ്ടി പാപവും ശാപവും രോഗവും ചുമന്നു നമ്മളും ചൊരിഞ്ഞിടുവേ. പാപവും ശാപവും രോഗവും ചുമന്നു നമ്മളും ചൊരിഞ്ഞിടുവേ. ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ദൈവസ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. രാത്രിയിൽ പ്രിയമുള്ളവരെ, ആ കാൽവറിയാകുന്നു നമ്മുടെ ജീവന്റെ മാർഗം. അവൻ മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറി ക്രൂശിന്മേൽ കയറിയതാകുന്നു നമ്മുടെ ജീവന്റെ മാർഗം. അതുകൊണ്ടാകുന്നു പിൽക്കാലത്ത് വിശുദ്ധ പൗലോസ് ഇങ്ങനെ എഴുതി, എനിക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശല്ലാതെ മറ്റൊന്നുമില്ല. എനിക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ യേശുവിന്റെ ക്രൂശല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഇന്ന് രാത്രി എവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവമക്കളുടെ പ്രശംസ അതായിരിക്കും.
ആയിരിക്കട്ടെ. 2 നില വീടുണ്ടായിട്ട് അതിൽ പ്രശംസയല്ല. 50,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉണ്ടെങ്കിൽ അതിലുള്ള ദൈവമക്കളുടെ പ്രശംസ. എന്റെ പ്രശംസയോ എനിക്ക് വേണ്ടി ജീവൻ തന്ന് കാൽവറിയിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ ക്രൂശായിരിക്കട്ടെ നമ്മുടെ പ്രശംസ. ഇന്ന് രാത്രി അത് എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നു? അവന്റെ ക്രൂശായിരിക്കട്ടെ നമ്മുടെ പ്രശംസ. അതിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് പ്രശംസിക്കാനില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മുടെ പ്രശംസാ വിഷയമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാകുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ എന്താണ് നമുക്കുണ്ടായ നന്മ? അവൻ ക്രൂശിൽ ഇങ്ങനെ വേദനപ്പെട്ടതിനാൽ, അവനിങ്ങനെ അടിയേറ്റതിനാൽ, അവനിങ്ങനെ പ്രാണനെ വിടുവാൻ വേണ്ടി ക്രൂശിന്മേൽ 3 നാളുകളിന്മേൽ തൂങ്ങിയതിനാൽ നമുക്കുണ്ടായ നന്മ എന്താകുന്നു? പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു. വായിച്ചാട്ടെ, 53-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, വേഗം വായിക്കണം. 53-ന്റെ 5-ാം വാക്യം, യെശയ്യാ പ്രവചനം. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി. ദൈവത്തിന്റെ സ്തോത്രം. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു, അകൃത്യം നിമിത്തം മുറിവേറ്റു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. ഇന്ന് രാത്രിയിൽ സമാധാനമില്ലാതിരിക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ പുതിയതായി ഈ മീറ്റിംഗിൽ വന്നതായിരിക്കാം. ജീവിതത്തിൽ സമാധാനമില്ലയോ? എവിടെയാണ് സമാധാനമുള്ളത്? സ്നേഹിത, മദ്യം നിനക്ക് സമാധാനം തരികയില്ല. പുകവലി സമാധാനം തരികയില്ല. സമാധാനത്തിനുള്ള ഒരേ ഒരു മാർഗം അത് നസറേയനായ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷയാകുന്നു യേശുക്രിസ്തു കാൽവറി ക്രൂശിന്മേൽ വഹിച്ചത് എന്ന് അവിടെ വിളിച്ചു പറയുന്നു. വീണ്ടും നാം നോക്കുമ്പോൾ, സമയം പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്താണെന്ന് നമുക്ക് ചെയ്തത്? വായിച്ചാട്ടെ, 3-ന്റെ 25. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയത് വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ വേണ്ടിയാണ്. അടുത്ത ഭാഗം വായിക്കുമ്പോൾ, വായിച്ചാട്ടെ അടുത്ത ഭാഗം കൂടെ. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകയും ചെയ്യുന്നത് യേശുവിന്റെ കാൽവറിയിലൂടെയാകുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതയാത്രയിൽ നമ്മിൽ വന്ന പാപങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശാകുന്നു. അവിടെയാകുന്നു നമുക്ക് പാപങ്ങൾക്കുള്ള ക്ഷമ കിട്ടുന്നത്. അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരുവാൻ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം പരസ്യമായി നിർത്തി. രഹസ്യമായിട്ടല്ല ക്രൂശിച്ചത്, പരസ്യമായി നിർത്തിയിരിക്കുകയാ. ലോകത്തിന്റെ മധ്യഭാഗത്തായി അവനെ ഉയർത്തിയിരിക്കുകയാകുന്നു. മോശ ഒരിക്കൽ ഇപ്രകാരം ഇസ്രായേലിലെ പാളയങ്ങളിൽ അഗ്നിസർപ്പങ്ങൾ വന്ന് ഇസ്രായേൽ ജനത്തെ കടിച്ചപ്പോൾ, അഗ്നിസർപ്പ ധ്വംസനമേറ്റ് അനേകർ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ, മോശ നെടുമ്പാട് ദൈവസന്നിധിയിൽ വീണു. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നീ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കണം. പാളയത്തിന്റെ ഒത്ത നടുവിൽ ഒരു കൊടിമരം ഉയർത്തണം. അതിന്മേൽ ഈ താമ്ര സർപ്പത്തെ ഉയർത്തണം. അതിന്മേൽ നോക്കിയാൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് മരിച്ചവൻ രക്ഷ പ്രാപിക്കും. പിൽക്കാലത്ത് ഇതുപോലെ ദൈവവചനം പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എവിടെയാണ് ഉയർത്തിയതെന്നറിയാമോ? ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് യെരൂശലേം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവാകുന്നു. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പോലും യേശുക്രിസ്തുവിനെ ദൈവം ഉയർത്തിയത് ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്തായിരുന്നു. അവനെ ഉയർത്തി പരസ്യമായി നിർത്തിയിരിക്കുകയാകുന്നു. രഹസ്യമായിട്ട് എവിടെയോ കൊണ്ട് ക്രൂശിക്കുകയല്ല, അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്തിനാണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീരുവാൻ. എന്തിനാണെന്ന് അറിയാമോ? അവൻ തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നമ്മെ ശിക്ഷിക്കാതെ വിടുവാൻ. അവിടെ ഇങ്ങനെയാകുന്നു പറയുന്നത്, അവൻ തന്റെ പൊറുമയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായ അർത്ഥം അവൻ തന്റെ മഹാസഹിഷ്ണുതയിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. നമ്മുടെ പാപങ്ങളെ അവൻ ശിക്ഷിക്കാതെ വിടുന്നുവെന്ന് ദൈവവചനം പറയുന്നു. അതാകുന്നു അവിടെ ഉണ്ടാകുന്നത്. എന്താകുന്നു ക്രൂശിലുണ്ടായത്? നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ ക്രൂശിൽ അവൻ വഹിച്ചു. അടുത്തത്, അവൻ നമുക്ക് വേണ്ടി അവിടെ പ്രായശ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തി. അടുത്തത്, നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ കാൽവറിയിൽ അവൻ ക്ഷമിക്കുന്നതായി കാണുന്നു. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 3-ന്റെ 13-ാം വാക്യം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി
ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ കാൽവറി എന്താകുന്നു വിളിച്ചു പറയുന്നത്? നമ്മുടെ ശാപങ്ങളെ കാൽവറി ക്രൂശിന്മേൽ വഹിക്കുകയായിരുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ മാത്രമല്ല നമ്മുടെ ശാപങ്ങളെ വഹിച്ചു. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ശാപത്തിന്റെ പിടിയിൽ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ശാപം മുറിക്കലിന് വേണ്ടി നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു ശാപത്തെ കാൽവറിയിൽ വഹിച്ചതാണ്. എന്നാൽ ഇന്നും പലരും പലയിടങ്ങളിലൊക്കെ ശാപം മുറിക്കൽ കർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അത് ദൈവവചനത്തിന് എതിരായിട്ടുള്ള ഒരു വ്യവസ്ഥയാകുന്നു. എന്നാൽ യേശു ക്രിസ്തു ഇന്നേക്ക് 1900 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ശാപങ്ങളെ അവൻ കാൽവറി ക്രൂശിൽ വഹിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പാരമ്പര്യമായിട്ടോ കുടുംബപരമായിട്ടോ നിങ്ങൾക്ക് തലമുറകളായിട്ടോ ഉള്ള ഏതെങ്കിലും ശാപമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ കാൽവറി ഏറ്റുപറഞ്ഞാൽ കാൽവറി നിങ്ങളുടെ ശാപങ്ങളെ കഴുകിക്കളയും. ശാപങ്ങൾ വഹിക്കുന്നവനാകുന്നു നമ്മുടെ കർത്താവായ യേശു. അവന്റെ കാൽവറിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചാട്ടെ വാക്യം. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു തന്നെ. പെസഹ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വാക്ക് പാസ് ഓവർ എന്നാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക് എന്നാകുന്നു അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. കടന്നുപോക്ക്, കടന്നു പോവുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മിസ്രൈമിനെ വിട്ട് ദൈവമക്കൾ കടന്നു പോകുന്ന അനുഭവം. 2, സംഹാരകൻ നമ്മുടെ ഭവനത്തിൽ കടക്കാതെ നമ്മുടെ ഭവനത്തെ വിട്ട് സംഹാരകൻ കടന്നു പോകുന്നത്. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ എന്താകുന്നു ഉണ്ടായത്? ശാപങ്ങൾ നമ്മെ വിട്ട് അകന്നുപോയി. ഈ ലോകമാകുന്ന പാപം നിറഞ്ഞ മിസ്രൈമിനെ വിട്ടോടുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. അടുത്തത്, സംഹാരകൻ നമ്മുടെ ഭവനത്തിൽ കടക്കാതെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. എന്റെ ദൈവം നമ്മെ സൂക്ഷിപ്പാൻ മതിയായവൻ. പ്രിയ ദൈവമക്കളെ, സംഹാരകൻ നിങ്ങളുടെ ഭവനത്തിൽ വരാതെ അനർത്ഥം നിങ്ങൾക്ക് ഭവിക്കയില്ല എന്ന്, ബാധകൾ നിങ്ങളുടെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ആകയാൽ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ വിശ്വസിക്കുന്ന ഒരുവന്റെ ഭവനത്തിൽ ശാപങ്ങൾ അടുത്തു വരികയില്ല. ദൈവത്തിന്റെ സ്തോത്രം. സംഹാരകൻ അവന്റെ ഭവനത്തിൽ അടുത്തു വരികയില്ല. അത് പാസ് ഓവറാകുന്നു, അത് കടന്നുപോക്കാകുന്നു. യേശുവിന്റെ കാൽവറി എന്നുള്ളത് പാപത്തെ കടന്നു പോകുന്നതാകുന്നു, രോഗത്തെ കടന്നു പോകുന്നതാകുന്നു, പിശാച് നമ്മെ വിട്ട് കടന്നു പോകുന്നതാകുന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ അവന്റെ കാൽവറി ഏറ്റു പറഞ്ഞാൽ നമ്മെ വിട്ട് അന്ധകാര ശക്തികൾ ഓടി മറയുവാനിടയായിത്തീരും. അത് മാത്രമല്ല, പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിച്ചു നോക്കുമ്പോൾ, വായിച്ചാട്ടെ 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി മരണശിക്ഷ അനുഭവിച്ചു. പാപങ്ങൾ നമ്മെ വിടുവിച്ച് ദൈവത്തിന് സ്തോത്രം ദൈവത്തോട് അടുപ്പിക്കുവാൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗം ഏതെന്ന് ചോദിച്ചാൽ അത് കർമ്മത്തിന്റേതായ മാർഗമല്ല സ്നേഹിതരെ. ലോകത്തിൽ പറയുന്ന ഒരു കർമ്മങ്ങളും ഒരു പ്രക്രിയകളും മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകൽച്ചയെ പറയുമ്പോൾ ഇങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റുന്നത്. പാപത്താൽ ദൈവപരദീസ നഷ്ടപ്പെട്ട മനുഷ്യരെ ദൈവത്തിന്റെ പരദീസയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മരണാനന്തര ഇൻപങ്ങളുടെ പരദീസയിൽ അവനെ കൈപിടിച്ച് അവന്റെ ആത്മാവിന് വിശ്രാമ സ്ഥലം ഒരുക്കി കൊടുക്കുന്നത് അത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയാകുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയിട്ട് ശക്തിയോട് ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ആമേൻ. ഈ കാൽവറി നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാകുന്നു. പാപത്തിൽ നിന്ന് വിടുതൽ നൽകി, ശിക്ഷാവധിയിൽ നിന്ന് വിടുതൽ നൽകി എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നവരാകുന്നു. പാതാളത്തിന്റെ പടിവാതിൽക്കൽ തുടങ്ങി സിയോന്റെ പടിവാതിൽ വരെ നിങ്ങളെ കൈപിടിച്ചുയർത്തുക ഇതാ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മാർഗമാകുന്നു കാൽവറി. ഇന്ന് രാത്രിയിൽ ആരതിനെ വിശ്വസിക്കുന്നുവോ അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ഇന്ന് രാത്രിയിൽ ആ വചനം ശക്തിയോടെ ക്രിയ ചെയ്യട്ടെ. ആ കാൽവറി എന്നുള്ളത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതാകുന്നു. കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് ഒരു പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നതാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. വീണ്ടും നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ചാൽ, വേഗം വായിച്ചാട്ടെ 2-ന്റെ 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ
ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്താകുന്നു കാൽവറിയിൽ ഉണ്ടായത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി, അവൻ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, നമുക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി. നാം മുൻകാലങ്ങൾ ചെയ്ത പാപങ്ങളെ അവൻ തന്റെ മഹാസഹിഷ്ണുതയിൽ ക്ഷമിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ ശാപങ്ങളെ കാൽവറിയിൽ ഏൽക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാകുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നാം വായിച്ചത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ കീഴടക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുകയാകുന്നു. കാൽവറി എന്ന് പറയുന്നത് സാത്താന്യ ശക്തികളുടെ മേൽ അന്തിമ പോരാട്ട വിജയമുണ്ടായത് യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലാകുന്നു. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഏതെങ്കിലും വിധമായ ഭയത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പാപത്താൽ ദൈവത്തിൽ അകന്ന് മനം തഴമ്പിച്ചു പോയിട്ട് ഏതെങ്കിലും വിധമായ അന്ധകാര ശക്തികളാൽ പിടിക്കപ്പെട്ട്, പൈശാചിക ശക്തികളാൽ പിടിക്കപ്പെട്ട് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുവേ, യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം സകല അന്ധകാര ശക്തികളുടെ മേലും ജയമെടുത്തതാകുന്നു. അവൻ കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ സാത്താന്റെ തലയെ തകർത്തതാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ യഹോവയായ ദൈവം പാമ്പിനെ ശപിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്നെ തല തകർക്കും. അന്ന് ദൈവം പറഞ്ഞ വാക്ക് നിവൃത്തിയായത് യേശുവിന്റെ കാൽവറിയിലാകുന്നു. സാത്താന്റെ തലയെ തകർത്തുകൊണ്ട് യേശു കാൽവറിയിൽ ജയഭേരി മുഴക്കുകയായിരുന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ സാത്താന്റെ ശക്തികളിന്മേലുള്ള ജയമാകുന്നു യേശുവിന്റെ കാൽവറി എന്നുള്ളത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കുന്ന അനുഭവം ഇന്ന് രാത്രിയിൽ എത്ര പേർ ഈ അനുഭവത്തെ കൈക്കൊള്ളും? യേശുവിന്റെ ക്രൂശീകരണം മനുഷ്യന്റെ രക്ഷയ്ക്കാണ്. അതിനെ തള്ളിക്കളഞ്ഞാൽ അത് ശിക്ഷയാണ്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ക്രൂശീകരണ സമയത്തേക്ക് നാം വന്നാൽ പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ ആവുന്ന ശ്രമിച്ചിട്ട് യഹൂദ ജാതി അവനെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചില്ല. അവർ വിളിച്ചു പറഞ്ഞത് അവനെ ക്രൂശിക്ക എന്നാകുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, വേഗം വായിച്ചാട്ടെ. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. ആരവാരം അങ്ങ് മുഴകി കേൾക്കുകയാ. യേശുവിനെ ക്രൂശിപ്പാൻ, അവനെ തള്ളിക്കളയുവാൻ, അവനെ നിന്ദിച്ചു കളയുവാൻ, അവനെ കൈവിട്ട് കളയുവാൻ അവർ ആർത്തിരമ്പുകയാണ്. എന്നാൽ ഈ പീലാത്തോസ് വീണ്ടും പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. കുറ്റമില്ലാത്തവനെ എങ്ങനെ ക്രൂശിക്കുമെന്ന് ചോദിച്ചപ്പോൾ യഹൂദ പരീക്ഷ വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ 27-ന്റെ 25-ാം വാക്യം വായിച്ചാട്ടെ. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് യഹൂദാജാതി വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, യേശുവിന്റെ കാൽവറി ശാപത്തിന്റെ വിടുതലാണ്. അത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതാണ്. അത് നമ്മുടെ പ്രായശ്ചിത്ത യാഗമാകുന്നു. അത് കാൽവറിയിലെ ജയോത്സവമാകുന്നു. ആകയാൽ അതിനെ അംഗീകരിച്ചാൽ നമുക്ക് വിടുതലുണ്ട്. നമുക്ക് നന്മയുണ്ടെന്നാൽ നിരസിച്ചാലോ അതിനെ വിട്ടുകളഞ്ഞാലോ യഹൂദാജാതി വിളിച്ചാർ തട്ടഹസിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ, ഞങ്ങളുടെ മക്കളുടെ മേൽ വരട്ടെ. അവർ ചോദിച്ചു വാങ്ങിയ ഒരു ശിക്ഷ. യഹൂദന്റെ ചരിത്രം നാം ഒന്ന് എടുത്ത് പഠിച്ചാൽ ഭൂതലത്തിൽ ഇങ്ങനെ പീഡ അനുഭവിച്ച ഒരു ജാതി മറ്റൊന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. യഹൂദന്റെ ചരിത്രം നാം ആരംഭം മുതൽ പഠിച്ചാൽ പറയുവാൻ നേരമില്ലല്ലോ. ആരംഭം മുതലേ പഠിച്ചാൽ ലോകം ഉണ്ടായതിൽ പിന്നെ മനുഷ്യജാതി ഭൂതലത്തിൽ ഉണ്ടായതിനു ശേഷം ഇത്രമാത്രം പീഡ അനുഭവിച്ച ഒരു ജാതിയില്ല. AD 70 അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടതോടെ അവർ ലോകമെങ്ങ് ചിതറപ്പെടുവാനിടയായി തീർന്നു. BC 606-ാം ആണ്ട് തുടങ്ങി ഇസ്രായേൽ ജാതി പീഡിപ്പിക്കപ്പെടുവാൻ തുടങ്ങിയതാണ്. രക്ഷകരെ ക്രൂശിക്കുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ പീഡകളുടെ ആരംഭമായിരുന്നു. മാത്രമല്ല, അവർ ചോദിച്ചു വാങ്ങി, അത് ഞങ്ങളുടെ മേൽ വരട്ടെ, ഞങ്ങളുടെ മക്കളുടെ മേൽ വരട്ടെ. ഇത്രയും പീഡനം അനുഭവിച്ച ഒരു ജാതി വേറെയില്ല. ഒന്നാം ലോകമഹായുദ്ധം ലോകത്തിൽ ശക്തിപ്പെട്ട് ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ മുന്നോടിയായിട്ട് ദൈവത്തിന് സ്തോത്രം ജർമ്മനിയെ ഭരിച്ച ഏകാധിപതിയായിരുന്നല്ലോ അഡോൾഫ് ഹിറ്റ്ലർ എന്നുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. താനൊരു ആര്യവംശക്കാരനായിരുന്നു. ആര്യന്റെ ശുദ്ധരക്തമൊഴികെ ഭൂമിയിൽ മറ്റൊരു ജാതിയും പാടില്ല എന്നുള്ള മുദ്രാവാക്യത്തോടെ ആയിരുന്നു ജർമ്മനിയിൽ നാസിസത്തിന്റെ നേതാവായി ഹിറ്റ്ലർ എഴുന്നേറ്റ് വന്നത്. അവൻ ഏറ്റവും അധികം പീഡനം അഴിച്ചുവിട്ടത് യഹൂദ ജാതിക്കെതിരെയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യഹൂദൻ നശിക്കട്ടെ എന്നൊരു പേരായി
എവിടെയായിരുന്നു? AD 70 രാജ്യമെങ്ങും ദേശമെങ്ങും ചിതറിക്കപ്പെട്ട യഹൂദർ കൂടുതലായി കുടിയേറി പാർത്തത് യൂറോപ്പിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ കൊന്നൊടുക്കുവാൻ വേണ്ടി ഹിറ്റ്ലർ ആസൂത്രണങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഈ ജർമ്മനി മുഴുവനും അവനിങ്ങനെ എഴുതി വെച്ചു, യഹൂദൻ നശിക്കട്ടെ എന്ന് എഴുതി വെച്ചു. അത് മാത്രമല്ല 1935 ആണ്ട് ദൈവത്തിന്റെ സ്തോത്രം സെപ്റ്റംബർ മാസം 15-ാം തീയതി ഹിറ്റ്ലറും തന്റെ അനുയായികളും കൂടെ ചേർന്ന് ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്തി. ന്യൂറംബർഗ് നിയമം എന്നാണ് അതിന്റെ പേര്. അതിനകത്തുള്ള സകല ആർട്ടിക്കിളുകളും യഹൂദന്റെ എതിരായിട്ടുള്ളതും അവന്റെ പീഡനത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എത്രയോ പീഡനങ്ങൾ യഹൂദൻ നാസിയുടെ കാലത്ത് അനുഭവിപ്പാനിടയായി തീർന്നു. ആശുപത്രികളിൽ അവർക്ക് പ്രവേശനമില്ല, സ്കൂളുകളിൽ അവർക്ക് പ്രവേശനമില്ല, റെയിൽവേയിൽ സ്ലീപ്പർ ക്ലാസ്സിൽ അവർക്ക് പ്രവേശനമില്ല, ഹോട്ടലുകളിൽ പ്രവേശനമില്ല, എങ്ങും പ്രവേശനമില്ലാത്ത നിലയിൽ യഹൂദജാതി പീഡിപ്പിക്കപ്പെട്ടു. അവരെ ദൈവം കൈവിട്ട് കളഞ്ഞു. രക്ഷകന്റെ രക്തം അവരോട് ചോദിക്കുകയാണ് പ്രതികാരമായി. അവർ ലോകമെങ്ങും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മനുഷ്യൻ തന്റെ പുസ്തകത്തിൽ നെവർ ഫോർഗറ്റ് എന്ന് പറയുന്നതായ ഒരു പുസ്തകത്തിൽ യഹൂദജാതിക്ക് ഉണ്ടായ പീഡനത്തെ പറ്റി ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. യഹൂദന്മാർ അവിടെയുള്ള ആളുകളെല്ലാം ആശുപത്രിയിൽ ക്യൂ നിൽക്കുകയാണ്. ഡോക്ടറെ കാണുവാൻ നിൽക്കുമ്പോൾ ഒരു യഹൂദ യൗവനക്കാരൻ അവിടേക്ക് വന്നു. അവന്റെ കാലിൽ ആഴമേറിയ ഒരു മുറിവുണ്ട്. അവൻ ആ മുറിവുമായി ഡോക്ടറെ കാണുവാൻ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ദൂരെ നോക്കിയപ്പോഴേ അവന് യഹൂദനാണെന്ന് മനസ്സിലായി. രാത്രി ഇരുന്നടത്തുനിന്ന് എഴുന്നേറ്റു നോക്കിയപ്പോൾ അവന്റെ കാലിൽ ആഴമേറിയ ഒരു മുറിവ്. താൻ കൂട്ടിട്ടുകൊണ്ട് ആ മുറിവിലേക്ക് ആഴത്തിൽ 5-6 ചവിട്ടിയിട്ട് ഓടാന്ന് പറഞ്ഞു. അവൻ അതിവേദനയാൽ പുളയുന്ന കാലിൽ കൊണ്ട് വേദന കൊണ്ട് പുളഞ്ഞവൻ ഓടി. ഡോക്ടർ കൈകൊട്ടിയിട്ട് പറഞ്ഞു അവന് സൗഖ്യമായി പോലും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ എണ്ണമറ്റ പീഡനങ്ങൾ യഹൂദൻ ഏറ്റുവാങ്ങുവാനിടയായി തീർന്നു. ഇവരെ കൊന്നുമുടിക്കുവാൻ വേണ്ടി ജർമ്മനിയിൽ നാസിസം വളരെ ക്രൂരമായ പീഡനമുറകളാണ് എടുത്തുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരെ പ്രത്യേകമായ നിലയിൽ കൊന്നൊടുക്കുവാൻ ഗ്യാസ് ചേമ്പറുകളും കോൺസെൻട്രേഷൻ ക്യാമ്പുകളും തുറക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭയാനകമായ പീഡനങ്ങൾ. യഹൂദ ജാതിയെ തപ്പിപ്പിടിച്ച് അടച്ചുമൂടിയ ട്രക്കിലേക്ക് കയറ്റിയിട്ട് ആ വാഹനം മുൻപോട്ട് പോകും. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആ വാഹനത്തിന്റെ സൈലൻസറിൽ നിന്ന് ഒരു പൈപ്പ് ഈ അടച്ചുമൂടിയ ഈ കണ്ടെയ്നറിനകത്തേക്ക് കൊടുക്കും. കേവലം 30 മിനിറ്റിനുള്ളിൽ ഇതിനകത്ത് കുത്തി നിറയ്ക്കപ്പെട്ട സകല യഹൂദരും കൊല്ലപ്പെടുവാനിടയായി തീരും. അത് മാത്രമല്ല, യഹൂദന്മാരെ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് ഇറക്കും. അവരെ കൊണ്ട് തന്നെ വലിയ ആഴമുള്ള കുഴികൾ കുഴിപ്പിക്കും. എന്നിട്ട് അവരുടെ വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി കുഴിയുടെ കരയിൽ നിൽക്കാൻ പറയും. നേരെ നിൽക്കുമ്പോൾ മെഷീൻ ഗണ്ണുമായി വെടിവെച്ച് അവരെ കുഴിയിലേക്ക് തള്ളുകയാണ്. മാത്രമല്ല, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അവരെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അവരെ ഇങ്ങനെ കൊണ്ടുവന്നവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് ഇടുങ്ങിയ മുള്ളുവേലി നിറഞ്ഞ ഭാഗത്തൂടെ അവരെ കടത്തിവിട്ടിട്ട് ജർമ്മൻ ഷെപ്പേഡ് പോലുള്ള ക്രൂരമായ നായ്ക്കളെ അഴിച്ചുവിട്ട് അവരെ കടിപ്പിക്കും. ഈ മൃഗങ്ങളുടെ കടിയേൽക്കാതെ വണ്ണം ചിലർ ഈ മുള്ളുവേലിയിലേക്ക് ചാടിക്കയറും. മുള്ളുവേലിയിൽ കരണ്ട് വൈദ്യുതി കടത്തിവിട്ടിരിക്കുകയാണ്. ഷോക്കേറ്റ് മരിക്കും. എന്നാൽ മൃഗത്തിന്റെ കയ്യിൽ നിന്നും ഇലക്ട്രിസിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവർ ഓടി മുൻപോട്ട് ചെന്നാൽ അതിൽ മുൻപിൽ ഒരു വാതിലുണ്ട്. അവിടെ ഇങ്ങനെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി. അത് തുറന്ന് അകത്തോട്ട് കയറിയാൽ പിന്നെ ആരും പുറത്തേക്ക് വരികയില്ല. ആയിരക്കണക്കിന് 10,000 യഹൂദന്മാരെ അതിനകത്തേക്ക് കയറ്റിയിട്ട് പുറത്തൊരു ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് ഒരു വെന്റിലേഷൻ പോലും ഇല്ലാത്ത ഈ മുറിക്കുള്ളിലേക്ക് കടത്തിവിട്ട് അവരെ കൊന്നൊടുക്കുകയാണ്. ലോകത്തിൽ യഹൂദജാതി പീഡിപ്പിക്കപ്പെട്ടു. അതെ, അവരെന്താണ് ചോദിച്ചെന്നറിയാമോ? അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ. അവർ ചോദിച്ചു വാങ്ങിയ ശിക്ഷ യഹൂദൻ ലോകമെങ്ങും അനുഭവിപ്പാനിടയായി. തെരുവ് നായ്ക്കളെ പോലെ ഓടിച്ചിട്ട് അവരെ തല്ലി, അവരെ വെടിവെച്ചു കൊന്നു, തീ വെച്ചു കൊന്നു. ഭയാനകമായ രീതിയിൽ അവർ പീഡയേറ്റുവാക്കി. അതവർ ചോദിച്ചതാണ്. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, രക്ഷകന്റെ കാൽവറി എന്നുള്ളത് വിടുതലിന്റെ മാർഗമാണ്. എന്നാൽ അതിനെ തിരസ്കരിച്ചാൽ ഭയാനകമായ ശിക്ഷയുണ്ടാകും എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇന്ന് രാത്രിയിൽ അവന്റെ കാൽവറിയെ നാം ഏറ്റുവാങ്ങണം. യേശുക്രിസ്തുവിനെ പറ്റി നാം വീണ്ടും നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിച്ചുകൊള്ളാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് വായിച്ചാട്ടെ. 19-ന്റെ 14-ാം വാക്യം. അപ്പോൾ പെസഹയുടെ ഒരുക്കുനാൾ ഏകദേശം 6-ാം മണിനേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു.
പറഞ്ഞു. ഇതാ വീണ്ടും പീലാത്തോസ് പറയുകയാണ്, ഇതാ നിൽക്കുന്നു നിങ്ങളുടെ രാജാവ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ നിൽക്കുന്നു, ക്രൂശിക്കപ്പെടുവാൻ നിൽക്കുന്ന മനുഷ്യപുത്രൻ. വീണ്ടും പീലാത്തോസ് പറയുന്നു, ഇതാ നിൽക്കുന്നു നിങ്ങളുടെ രാജാവ്. യേശുക്രിസ്തു മനുഷ്യപുത്രൻ മാത്രമല്ല, പീലാത്തോസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, അവൻ രാജാതി രാജാവാണ്. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ യേശു ക്രിസ്തുവിനെ പറ്റി പ്രവചിക്കുകയുണ്ടായി. ക്രിസ്തു ബേത്ലഹേമിൽ പൂജാതനാകുന്നതിന് 480 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ സഖറിയ പ്രവചനം 9:9 ഇപ്രകാരം വിളിച്ചു പറയുന്നു, അവൻ രാജാവായി വരുന്നു. സിയോൻ പുത്രിയെ ഘോഷിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് വരുന്നു. അവൻ സൗമ്യനായി താഴ്മയുള്ളവനായി ജയശാലിയായി കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് പറഞ്ഞു. യേശു ജനിക്കുന്നതിന് മുന്നമേ അവനെ പറ്റി പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ രാജാവാകുന്നുവെന്ന്. മത്തായിയുടെ സുവിശേഷം 2:2 വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് അന്നത്തെ വാന നിരീക്ഷകരായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാരായിരുന്ന വിദ്വാൻമാർ ആകാശത്തിൽ നക്ഷത്രം കണ്ടിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് അവർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ. വാക്യങ്ങൾ വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ രാജാതി രാജാവാകുന്നു. അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ രാജാതി രാജാവാകുന്നു. അവൻ ജനിക്കുന്നതിന് മുന്നമേ അവനെ പറ്റി പറഞ്ഞു, അവൻ രാജാവാകുന്നു. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ ഞങ്ങൾക്കും പറയുവാനുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതാ മടങ്ങി വരുന്നു. പ്രവാചകനായ യെശയ്യാ പറഞ്ഞു, ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ മുന്നമേ വന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം. അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായി വന്നു. അവൻ മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ ഒരു മനുഷ്യപുത്രനായി വന്നു. 3, അവൻ ജയം പ്രാപിച്ച ഒരു രാജാവിനെ പോലെ, ഒരു ജയാളിയായ രാജാവിനെ പോലെ വന്നതായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അവൻ ജയം പ്രാപിച്ച ഒരു രാജാവാകുന്നു. ഇന്ന് രാത്രിയില് പ്രിയ ദൈവമക്കളെ, കേൾവിക്കാരെ, ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിന്റെ കാൽവറി, അവൻ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പാപത്തെ ക്ഷമിപ്പാൻ, അവന്റെ അകൃത്യങ്ങളെ ക്ഷമിപ്പാൻ, നമ്മുടെ ബലഹീനതകളെ ചുമക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ, നമ്മുടെ ശാപങ്ങളെ എന്നേക്കും വഹിച്ചെടുക്കുവാൻ അവനിതാ കാൽവറിയിൽ മരിക്കുകയാ. മാത്രമല്ല, കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട അവൻ ഉയർത്തെഴുന്നേറ്റ് ജയാളിയായ ഒരു രാജാവിനെ പോലെ നിൽക്കുകയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാണ്. ഇതാ ആ മനുഷ്യപുത്രൻ നിൽക്കുന്നു. ഇതാ ആ രാജാവ് വരുന്നു. പ്രവാചകനായ യെശയ്യാ പറയുന്നു, ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. യേശു ക്രിസ്തു ലോകത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളത് സത്യമാണ്. എന്നാൽ ലോകത്തിലേക്ക് അവൻ വന്നത് എന്തിനു വേണ്ടി, എപ്പോഴാകുന്നു അവൻ വന്നത്, എന്തിനു വേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളെ അല്പമായി നാം ചിന്തിക്കുകയുണ്ടായി. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ ഇതിന്റെ ബാക്കി ജയം പ്രാപിച്ച രാജാവായ യേശു ക്രിസ്തു സ്ഥാപിച്ച ഒരു രാജ്യവും അവിടുത്തെ ഭരണത്തെ പറ്റിയും ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ ചുരുക്കമായി ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന്റെ മുൻപാകെ ഒരു നിമിഷം നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കഴിവുള്ളിടത്തോളം ദൈവമക്കൾ ദൈവവരങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ മീറ്റിംഗിന്റെ അവസാന സമയത്ത് കർത്താവിന്റെ മഹിമയുടെ അനുഭവം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഏതെങ്കിലും ആവശ്യത്തോടുകൂടെയോ എന്തെങ്കിലും വ്യാകുലത്തോടുകൂടെയോ വന്നിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുന്നവൻ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അവൻ ഇമ്മാനുവേലാണ്, നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാകുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാവർക്കും അത് വിശ്വസിക്കാം. നിങ്ങൾ കടന്നു പോകുന്ന യാത്രയിൽ, നിങ്ങളുടെ ജോലി സ്ഥാനത്ത്, നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ യേശു നിങ്ങളോട് കൂടെ ഇരിക്കുന്നവൻ. കർത്താവിന്റെ വേലക്കാരെ, ദൈവമക്കളെ, യേശു നമ്മോട് കൂടെ ഇരിക്കുന്നവൻ. ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും, നാം ഒറ്റപ്പെട്ടു പോയാലും, ആരെല്ലാം നമ്മെ വേണ്ട എന്ന് പറഞ്ഞാലും, ലോകം നമുക്ക് ഭ്രഷ്ട് കൽപ്പിച്ചാലും, ലോകം നമ്മെ നിന്ദിച്ചാലും, എന്റെ യേശു ഇമ്മാനുവേലാണ്. ഇന്ന് രാത്രിയിൽ എല്ലാവരും വിശ്വസിക്കണം. എന്റെ യേശു ഇമ്മാനുവേൽ, എന്ത് വന്നാലും എന്നോടുകൂടെ ഇരിക്കുന്നവൻ, എന്റെ രോഗത്തിൽ എന്നോട് കൂടെ ഇരിക്കുന്നവൻ, എന്റെ കഷ്ടത്തിൽ എന്നോട് കൂടെ ഇരിക്കുന്നവൻ, എന്റെ ബുദ്ധിമുട്ടിൽ എന്നോട് കൂടെ ഇരിക്കുന്നവൻ ഇമ്മാനുവേലാകുന്നു. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കാമോ? ഇമ്മാനുവേലായവൻ, നമ്മോട് കൂടെ ഉള്ളവൻ. ദൈവത്തിന് സ്തോത്രം. 1989 അർമീനിയയിൽ നടന്ന ഒരു സംഭവം. ദൈവത്തിന് സ്തോത്രം. അർമീനിയ എന്ന രാജ്യത്തില് 1989 ഒരു ഭയങ്കര ഭൂമികുലുക്കം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 8.2 രേഖപ്പെടുത്തിയ ആ ഭൂകമ്പത്തിൽ കേവലം 4 മിനിറ്റുകൾ കൊണ്ട് 30,000 പേരോളം കൊല്ലപ്പെടുകയുണ്ടായി. ഈ പരിഭ്രമത്തിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ സുരക്ഷിതമായ ഒരു സ്ഥാനത്താക്കിയിട്ട്, വീട്ടിലാക്കിയിട്ട് തന്റെ മകൻ പോയ സ്കൂളിലേക്ക് താൻ അതിവേഗം ഓടിപ്പോയി.
താൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ തന്റെ മകൻ പഠിക്കുന്ന സ്കൂൾ പപ്പടം പൊടിഞ്ഞു കിടക്കുന്ന പോലെ പൊടിഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ മനസ്സ് പിടയുവാൻ തുടങ്ങി, അപ്പന്റെ മനസ്സ് വ്യാകുലപ്പെടുവാൻ തുടങ്ങി. ഇങ്ങനെ വ്യാകുലപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് അപ്പൻ ആ മകന് കൊടുത്തൊരു വാഗ്ദത്വം ഓർത്തു. ആ സ്കൂളിൽ അന്ന് രാവിലെ അവൻ പോകുമ്പോഴും അപ്പൻ അവനെ പറഞ്ഞു വിട്ടത്, എന്ത് വന്നാലും ഞാൻ നിന്നോടുകൂടെ അവിടെ കാണുമെന്നാണ്. ഈ വാക്കോർത്തപ്പോൾ അപ്പന്റെ ഹൃദയം പിടയ്ക്കുവാൻ തുടങ്ങി. ഞാൻ അവന് കൊടുത്ത വാഗ്ദത്വം പാലിപ്പാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പന്റെ ഹൃദയത്തിൽ ഒരു ധൈര്യം കടന്നു വന്നു. ഈ പിതാവ് ഈ നാശാവശിഷ്ടങ്ങൾക്കിടയിൽ തന്റെ മകൻ പഠിച്ച ക്ലാസ് റൂമിന്റെ ഏകദേശ രൂപരേഖ തന്റെ മനസ്സിലേക്കുണ്ടായി നടന്ന സംഭവമാകുന്നു. ഈ അപ്പനി ഈ സ്കൂള് ഇവൻ പഠിച്ച ക്ലാസ് റൂം കണ്ടെത്തിയിട്ട് ആ ഭാഗം കണ്ടെത്തി അവിടെ കിടന്ന് തെരയുവാൻ തുടങ്ങി. കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും വലിയ കോൺക്രീറ്റ് കട്ടകളും ഒക്കെ താൻ പറക്കി മാറ്റുകയാണ്. അനേകം മാതാപിതാക്കൾ തന്റെ അടുക്കൽ വന്നു. ഓരോരുത്തരും പറയാണ്, എന്റെ മകൻ, എന്റെ മകൾ. എല്ലാവരും ദുഃഖിച്ച് കരയുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി, ഇനിയും പ്രതീക്ഷയില്ല, നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോയാട്ടെ. അദ്ദേഹം ധൈര്യത്തോടെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞില്ല, നിങ്ങൾ എന്നെ സഹായിച്ചാട്ടെ എന്ന് പറഞ്ഞു. അവർ പിന്മാറിപ്പോയി. ഒടുവിൽ പോലീസ് വന്ന് തന്നെ തടഞ്ഞു. ചെയ്യരുത്, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞു. പോലീസുകാരോട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിച്ചാട്ടെ. ഈ മനുഷ്യൻ ധൈര്യത്തോടുകൂടെ തെരഞ്ഞുകൊണ്ടേയിരുന്നു. 8 മണിക്കൂർ, 12 മണിക്കൂർ, 18 മണിക്കൂർ, 20, 26, 28, 30, 36 മണിക്കൂർ തെരഞ്ഞു. അതിന്റെ അവസാനം 38ാമത്തെ മണിക്കൂറിൽ താൻ തുടർച്ചയായി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തടിക്കഷ്ണം താൻ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ആ തടിക്കഷ്ണത്തിന്റെ അടിയിൽ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേട്ടപ്പോൾ ഈ പിതാവ് അലറിക്കരയുവാനിടയായി. ഈ അപ്പന്റെ ശബ്ദം കേട്ടപ്പോൾ ഈ അപ്പന്റെ മകൻ, കുഞ്ഞുമകൻ, ആ തടിക്കഷ്ണത്തിന്റെ ഇടയിൽ ഒരു കോൺക്രീറ്റ് കട്ടയുടെ അടിയിൽ ജീവനോടെ ഇരിക്കുകയാണ്. അവൻ ഡാഡിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു. ഇവൻ മോന്റെ പേര് വിളിച്ചു. മകൻ ജീവനോടെ ഉണ്ടെന്ന് അപ്പന് ബോധ്യമായി. ദൈവത്തിന് സ്തോത്രം. അപ്പൻ ധൈര്യത്തോടെ തെരഞ്ഞു. ഇവൻ ചോദിച്ചു, മകനെ നിനക്ക് എന്ത് പറ്റി? ഡാഡി ഇവൻ വിളിച്ചു പറഞ്ഞു, ഡാഡി എനിക്കൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ ക്ലാസ്സിലെ 33 പേരിൽ 14 പേര് ഞങ്ങൾ ജീവനോടുണ്ട്. ഞങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു. എന്നാൽ ഡാഡിയുടെ ശബ്ദം കേട്ടപ്പോ എല്ലാ ക്ഷീണവും മാറി, എല്ലാ ക്ലേശവും മാറി. ഞങ്ങളിപ്പോൾ സന്തോഷവതരായിരിക്കുന്നു. എന്റെ ഡാഡി എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഈ സംഭവം വായിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു വചന ഓർമ്മ വന്നു. മത്തായിയുടെ സുവിശേഷം 28ാം അധ്യായം അതിന്റെ അവസാന വാക്യം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുക. ഈ വചനം വായിച്ചപ്പോൾ എന്റെ ഹൃദയം തുടിക്കുവാൻ തുടങ്ങി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യേശുവിന്റെ നാമങ്ങളിലൊന്ന് ഇമ്മാനുവേ എന്ന് പറഞ്ഞാൽ നമ്മോടുകൂടെ ഇരിക്കുന്നവൻ. കണ്ണുകളെ അടച്ചാട്ടെ, മുഴങ്കാലുകളെ മടക്കിയാട്ടെ, ഒരല്പസമയം ദൈവശക്തി കേൾപ്പിച്ചു കൊടുക്കുക. യേശു ഇമ്മാനുവേലായി നമ്മുടെ മധ്യത്തിലുണ്ട്. നിന്നോടുകൂടെയുള്ളവൻ, നിന്റെ കരം പിടിക്കുന്നവൻ, നിന്നെ സൗഖ്യമാക്കുന്നവൻ, നിന്നെ ബലപ്പെടുത്തുന്നവൻ. ദൈവശക്തി കിട കൊടുത്താട്ടെ. അല്പസമയം ദൈവശക്തി വ്യാപരിക്കട്ടെ. ആരും ലാഘവത്തോടെ ഇത് കേൾക്കേണ്ട. ദൈവത്തിന്റെ ആത്മാവിനിടം കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. യേശു നമ്മോടുകൂടെ ഉള്ളവൻ. അധരങ്ങൾ തുറന്നാട്ടെ, അധരങ്ങൾ ചലിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ സമർപ്പിച്ചാട്ടെ. ദൈവാത്മാവ് അല്പസമയം നമ്മെ മധ്യത്തിൽ ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട്, അവിടെ സൗഖ്യമുണ്ട്. ദൈവശക്തി കടം കൊടുത്താട്ടെ. എല്ലാവരും അല്പസമയം ആത്മാവിൽ ബലപ്പെട്ട് ശക്തിയോടെ എഴുന്നേറ്റ് പോകാം. ആമേൻ. ഹല്ലേലൂയ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, എന്റെ യേശു ഇമ്മാനുവേൽ, എന്റെ യേശു ഇമ്മാനുവേൽ, എന്നോടുകൂടെ ഇരിക്കുന്നവൻ. ആരെന്നെ കൈവിട്ടാലും എന്നെ ഉപേക്ഷിക്കാത്തവൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കൈവിടുകയില്ല Namaste.
നിബന്ധന മാറുകില്ല